സമയം രാവിലെ 11 മണി. ജില്ലയിലെ കളക്ടറേറ്റിനോടടുത്തുള്ള മൈതാനത്ത് വലിയ തിരക്കാണ്. വലിയ സ്റ്റേജ് കെട്ടി നിറയെ ആളുകളും പോലീസുകാരും ഒക്കെയായി ഒരു കൂട്ടം തന്നെ അവിടെയുണ്ട്. CI ജസ്റ്റിൻ അവിടെ ഓരോ കാര്യങ്ങളുടെ മേൽനോട്ടത്തിലും തിരക്കിലുമായിരുന്നു. മന്ത്രി വരുന്ന ഒരു ഉദ്ഘാടനത്തിന് എസ്കോർട്ട് നിൽക്കുമ്പോഴാണ് പോലീസുകാരനായ ജസ്റ്റിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. തിരക്കിനിടയിലാണെങ്കിലും അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവന്റെ അപ്പച്ചന്റെ നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. ഹലോ അപ്പച്ച. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ആ മോനെ, നീ തിരക്കിലായിരുന്നോ? അപ്പച്ചൻ അവനോട് ചോദിച്ചു. കുറച്ച് തിരക്കിലാണ്, ഇവിടെ ഡ്യൂട്ടിയിലാണ്. അപ്പച്ചൻ പറഞ്ഞോളൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ജസ്റ്റിൻ അപ്പച്ചനോട് ചോദിച്ചു. ഒന്നുമില്ലടാ, ചെറിയൊരു ശ്വാസമുട്ടൽ പോലെ. അടുത്ത ഏതെങ്കിലും ക്ലിനിക്കിൽ ഒന്ന് പോയിട്ട് വരാനായിരുന്നു. നിനക്ക് ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അപ്പച്ചൻ ചോദിച്ചപ്പോൾ ജസ്റ്റിൻ ഒരു നിമിഷം എന്തോ ഒന്ന് ആലോചിച്ചു. പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് ആകെ 3 ദിവസമായിട്ടേ ഉള്ളൂ. സ്വന്തമെന്ന് പറയാൻ അപ്പച്ചൻ മാത്രമേ അവനുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അപ്പച്ചനെയും ഒപ്പം കൂട്ടിയാണ് വന്നത്. നെഞ്ചുവേദനയും ശ്വാസമുട്ടലും കാലുവേദനയും തുടങ്ങി പല അസുഖങ്ങളും അപ്പച്ചനുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒറ്റയ്ക്കിട്ട് പോരാൻ വയ്യ. ഇന്നലെ രാത്രിയൊക്കെ അപ്പച്ചന് ചെറിയ പനിയും ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടായിരിക്കും അപ്പച്ചൻ തന്നെ വിളിക്കുന്നതെന്ന് ജസ്റ്റിന് തോന്നി. അല്ലെങ്കിൽ ജോലിക്കിടയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. നല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പച്ച? ജസ്റ്റിൻ ഒരു പേടിയോടെ അപ്പച്ചനോട് ചോദിച്ചു. ഇല്ലടാ, പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഒന്ന് പോയി കാണിച്ചിട്ട് വരാമെന്ന് കരുതിയാ. നീ ഏതെങ്കിലും ഒരു ഓട്ടോ പറഞ്ഞയച്ചാൽ ഞാൻ പോയിട്ട് വരാമായിരുന്നു, അപ്പച്ചൻ പറഞ്ഞു. വലിയ കുഴപ്പമില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞെങ്കിലും അത്രമേൽ വയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ പോകൂ എന്ന് ജസ്റ്റിൻ അറിയാമായിരുന്നു. തന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഏത് ഓട്ടോയാ പറഞ്ഞയക്കുക? പരിചയത്തിൽ ആരുമില്ലല്ലോ. 1 മിനിറ്റ് അപ്പച്ച, ഞാനൊന്ന് ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ വിളിക്കാം കേട്ടോ. ജസ്റ്റിൻ അത് പറഞ്ഞ് ഫോൺ വെച്ചു. സദാശിവേട്ടാ, പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടാനുണ്ടോ? ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കാനാ. അപ്പച്ചനൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. ഫോൺ വെച്ച ശേഷം ജസ്റ്റിൻ കോൺസ്റ്റബിൾ ആയ സദാശിവനോട് ചോദിച്ചു. അത് പെട്ടെന്ന് വേണോ സാറേ? സദാശിവൻ ചോദിച്ചു. പെട്ടെന്ന് വേണം സദാശിവേട്ടാ. അപ്പച്ചന് ചെറിയൊരു വയ്യായിക. വലിയ തരക്കേടില്ലാത്ത ആളെ കിട്ടണം. വീട്ടിൽ ചെന്നിട്ട് അപ്പച്ചനെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വീട്ടിൽ കൊണ്ടുചെന്നാക്കണം. പെട്ടെന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു, ജസ്റ്റിൻ പറഞ്ഞു. അപ്പോ സാറിന്റെ വീടിനടുത്തുള്ള ആരെങ്കിലും വേണമല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. അമ്പലമുക്കിലുള്ള ഒരാളുടെ നമ്പറുണ്ട്. നല്ല മനുഷ്യനാ. കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ വിളിച്ച ഓട്ടോയായിരുന്നു. ആള് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നമ്പർ വാങ്ങി വെച്ചു. ഞാനൊന്ന് വിളിച്ചിട്ട് പറയാം. കോൺസ്റ്റബിൾ സദാശിവൻ ഫോൺ എടുത്ത് ഓട്ടോക്കാരനെ വിളിച്ചു. ശേഷം മൊബൈൽ ഫോണുമായി ജസ്റ്റിൻ അരികിലേക്ക് വന്നു. ഇതാ സാറേ, സാറൊന്ന് താമസ സ്ഥലത്തിന്റെ റൂട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ആള് ലൈനിലുണ്ട്. കോൺസ്റ്റബിൾ സദാശിവൻ അത് പറഞ്ഞ് ഫോൺ ജസ്റ്റിന് കൈമാറി. ഹലോ, കേൾക്കുന്നുണ്ടോ? അമ്പലമുക്ക് ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റിനടുത്തുള്ള റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ ലാസ്റ്റ് കാണുന്ന വീടാണ്. ജസ്റ്റിൻ ഓട്ടോക്കാരന് വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തു. വളരെ ഉപകാരം സദാശിവേട്ടാ. അവൻ അത് പറഞ്ഞ് കോൺസ്റ്റബിളിന്റെ ഫോൺ കൊടുത്തു. ശേഷം ഫോൺ എടുത്ത് അപ്പച്ചനെ വിളിച്ചു. അപ്പച്ച, ഞാനൊരു ഓട്ടോക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങെത്തും കേട്ടോ. പോയി വന്നിട്ട് എന്നെ വിളിക്കണേ. ഞാനിവിടെ തിരക്കിലായതുകൊണ്ട് ഒരു വിധത്തിലും വരാൻ പറ്റാത്തത് കൊണ്ടാ. ശരി കേട്ടോ. ജസ്റ്റിൻ അത് പറഞ്ഞു ഫോൺ വെച്ചു. പിന്നെ മന്ത്രി വരുന്നതിന്റെ തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെയായി അവന്റെ സമയം പോയി. ഇടയ്ക്ക് വെച്ച് അവൻ അപ്പച്ചനെ ഫോണിൽ വിളിച്ചിരുന്നെങ്കിലും അപ്പച്ചനെ കിട്ടിയില്ല. ശേഷം ഉച്ച കഴിഞ്ഞാണ് അപ്പച്ചന്റെ കോൾ അവന്റെ ഫോണിലേക്ക് വന്നത്. അപ്പച്ച, ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. എന്തായി പോയിട്ട്? ജസ്റ്റിൻ ഫോൺ എടുത്തപാടെ അപ്പച്ചനോട് ചോദിച്ചു. ആ മോനെ, ഹോസ്പിറ്റലിൽ പോയി വന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലടാ. അവര് 2 വിധം മരുന്ന് തന്നിട്ടുണ്ട്. അതിലൊന്ന് കഴിച്ചപ്പോൾ തന്നെ ശ്വാസം മുട്ടലിനും നെഞ്ചുവേദനയ്ക്കും നല്ല കുറവുണ്ട്. ആ പിന്നെ നീ പറഞ്ഞയച്ച ഓട്ടോക്കാരനില്ലേ, വളരെ നല്ല മനുഷ്യനാ കേട്ടോ. ഒരു പാവത്താൻ. അയാള് കൂടെ വന്ന് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. ഇവിടെ വീട്ടിൽ വന്ന് കൂട്ടിയിട്ട് പോവുകയും തിരിച്ച് ഇവിടെ ആക്കി തരികയും ചെയ്തു. പോരാത്തതിന് വരുന്ന വഴിക്ക് ഓട്ടോ നിർത്തി ഒരു മരുന്ന് കിട്ടാനുള്ളത് 2-3 മെഡിക്കൽ സ്റ്റോറിൽ കയറി ഇറങ്ങി വാങ്ങി തരികയും ചെയ്തു. ആ പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് അയാൾ വാങ്ങിയിട്ടില്ല കേട്ടോ. കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോ വേണ്ടെന്ന് പറഞ്ഞു. വൈകിട്ടെങ്ങാനും സ്റ്റാൻഡിൽ വന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞു. നീ വരുന്ന വഴിക്ക് അതങ്ങ് കൊടുത്തേക്കണേ, അപ്പച്ചൻ ജസ്റ്റിനോട് പറഞ്ഞു. എനിക്കതിനാളെ അറിയില്ലല്ലോ അപ്പച്ച. ജസ്റ്റിൻ അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചു. നമ്മുടെ അമ്പലമുക്ക് ഓട്ടോ സ്റ്റാൻഡിലെ അയാളുടെ ഓട്ടോയുടെ പേര് ശ്രീലക്ഷ്മി എന്നാ. അയാളുടെ മോളുടെ പേരാ. നീ വരുന്ന വഴിക്ക് അവിടെ സ്റ്റാൻഡിൽ നോക്കിയാൽ മതി. ആ പേര് കാണുന്ന ഓട്ടോക്കാരനാ. ശരി അപ്പച്ച, ഞാൻ കൊടുത്തോളാം. മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. ഇവിടെ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിയുന്നതും വേഗം വരാം, ജസ്റ്റിൻ പറഞ്ഞു. ശരി മോനെ, അപ്പച്ചൻ ഫോൺ വെച്ചു. മന്ത്രി പോയി കഴിഞ്ഞ് സ്റ്റേജിലെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കും ജസ്റ്റിൻ തിരിച്ച് സ്റ്റേഷനിലെത്തി.
ഒത്തുതീർപ്പാക്കാനുള്ള 2 കേസും ഒത്തുതീർപ്പാക്കി അവൻ സ്റ്റേഷനിൽ നിന്നിറങ്ങുമ്പോൾ സമയം 6 കഴിഞ്ഞിരുന്നു. അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ അവൻ ആ ഓട്ടോക്കാരന് പൈസ കൊടുക്കാനായി വരുന്ന വഴി അമ്പലമുക്ക് ഓട്ടോ സ്റ്റാൻഡിനടുത്തായി ജീപ്പ് നിർത്തി. ഓട്ടോ സ്റ്റാൻഡിൽ അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു 5-10ഓളം ഓട്ടോകൾ. അതിലേത് ഓട്ടോ ആണ് അപ്പച്ചൻ വിളിച്ചതെന്നറിയാതെ ജസ്റ്റിൻ അതിൽ ഓരോന്നിലേക്കും പേര് നോക്കി. മുന്നിലുള്ള 2 ഓട്ടോയിലും മറ്റെന്തോ പേരാണുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ജീപ്പ് സൈഡാക്കി നിർത്തി അതിൽ നിന്നിറങ്ങി അങ്ങോട്ട് നടന്നു. അവനെ കണ്ടപ്പോൾ അതിൽ മുൻപിലെ ഓട്ടോയിലെ ഡ്രൈവർ അവന്റെ അരികിലേക്ക് ബഹുമാനത്തോടെ വന്നു. എന്താ സാർ കാര്യം? അയാൾ വളരെ ബഹുമാനത്തോടെ ജസ്റ്റിനോട് ചോദിച്ചു. ഒന്നുമില്ല, ഈ സ്റ്റാൻഡിലല്ലേ ശ്രീലക്ഷ്മി എന്ന പേരുള്ള ഓട്ടോ ഓടുന്നത്? അവൻ അയാളോട് ചോദിച്ചു. അതെ, അത് നമ്മുടെ കുമാരേട്ടന്റെ ഓട്ടോയാ, അയാൾ പറഞ്ഞു. എന്തായിരുന്നു സാർ കാര്യം? എന്തെങ്കിലും പ്രശ്നം? അയാൾ ചോദിച്ചപ്പോൾ ജസ്റ്റിൻ ഒന്ന് ചിരിച്ചു. പ്രശ്നമൊന്നുമില്ല, എനിക്ക് അയാളെ ഒന്ന് കാണാനായിരുന്നു. ഒരു ഓട്ടം പോയ കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ഒന്ന് വിളിക്കാമോ? ജസ്റ്റിൻ പറഞ്ഞപ്പോൾ അവൻ അരികിൽ നിൽക്കുന്ന ഓട്ടോക്കാരൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുമാരേട്ടൻ ആളൊരു പാവമാ. ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വെച്ച എല്ലാവരിലും പാവം. സാർ അയാളെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ കരുതി ആളങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ലല്ലോ, എന്താ കാര്യമെന്ന്. ഞാൻ വിളിക്കാം. അയാൾ വേഗം ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോകളിൽ ഒന്നിൽ ചെന്ന് ഒരാളെ വിളിച്ചു. കുമാരേട്ടൻ അപ്പോൾ അവിടെ നിന്ന് വേഗത്തിൽ ജസ്റ്റിൻ അരികിലേക്ക് വന്നു. വെള്ള ഷർട്ടും അതിനു മുകളിൽ കാക്കിയും ഇട്ട് നേർത്ത കരയുള്ള വെള്ള മുണ്ടുടുത്തുകൊണ്ട് അല്പം പ്രായം തോന്നിക്കുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അയാൾ. എന്താ സാർ? അയാൾ ജസ്റ്റിനോട് ബഹുമാനത്തോട് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, ഇന്ന് എന്റെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നില്ലേ, അതിന്റെ പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു, അത് തരാൻ വേണ്ടി. ജസ്റ്റിൻ പറഞ്ഞപ്പോൾ അയാൾ ജസ്റ്റിനെ ഒന്ന് നോക്കി. അയ്യോ, അത് സാറിന്റെ അച്ഛനായിരുന്നോ? മോൻ ട്രാൻസ്ഫർ ആയി വന്ന് ഗവൺമെന്റ് ജോലിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷേ പോലീസ് ഓഫീസർ ആണെന്ന് ഞാൻ ചിന്തിച്ചില്ല, അയാൾ പറഞ്ഞു. ജസ്റ്റിൻ അപ്പോൾ ചിരിച്ചു. അതൊക്കെ, കുമാരേട്ടൻ പൈസ പറഞ്ഞോളൂ. ജസ്റ്റിൻ പറഞ്ഞപ്പോൾ അയാൾ ഒരു നിമിഷം ഒന്നും പറയാതെ നിന്നു. അത് സാർ, ഒരു 150 മതി, അയാൾ പറഞ്ഞു. ജസ്റ്റിൻ അപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു. എന്നിട്ടൊന്ന് സംശയിച്ചു. 150 മതിയോ? ഇവിടെ നിന്ന് ടൗണിൽ ഹോസ്പിറ്റൽ വരെ പോയി തിരികെ വന്നില്ലേ? കുറഞ്ഞ ഓട്ടമല്ലല്ലോ അത്, 150 മതിയാവില്ലല്ലോ? ജസ്റ്റിൻ അയാളോട് ചോദിച്ചു. അത് മതി സാർ, മീറ്റർ പൈസയെ എടുത്തിട്ടുള്ളൂ, അത് മതി, അയാൾ പറഞ്ഞു. അല്ല, അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നവരെ വെയിറ്റ് ചെയ്തതല്ലേ, വെയിറ്റിംഗ് ചാർജ് വരില്ലേ? ജസ്റ്റിൻ അയാളെ നോക്കി. അത് സാരമില്ല സാർ, അത് മതി, അയാൾ വളരെ ബഹുമാനത്തോടെ പറഞ്ഞപ്പോൾ ജസ്റ്റിൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. ശേഷം അവന്റെ പേഴ്സിൽ നിന്ന് 500ന്റെ ഒരു നോട്ട് എടുത്ത് അത് മടക്കി അയാളുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു. ഇത് വെച്ചോളൂ, നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ. അവിടം വരെ പോയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ. പോരാത്തതിന് അപ്പച്ചന് വലിയൊരു സഹായമാവുകയും ചെയ്തു. അപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പച്ചൻ വിളിച്ചു വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചു. കുമാരേട്ടൻ ചെയ്തത് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ പൈസയും വാങ്ങിച്ചില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞു. അത് തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. ജസ്റ്റിനും അയാളോട് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. അത് അപ്പച്ചന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പച്ചൻ ATMന് മുൻപിൽ നിർത്തിയിട്ട് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പച്ചനെ കണ്ടപ്പോൾ നല്ല വയ്യായിക തോന്നി. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കരുതി പിന്നെ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. സാർ ഇപ്പൊ തന്നെ ഇത് തരാനായിട്ട് ബുദ്ധിമുട്ടി വരണ്ടായിരുന്നു, പിന്നെ മതിയായിരുന്നു, അയാൾ പറഞ്ഞപ്പോൾ ജസ്റ്റിൻ ഒന്നുകൂടി അയാളെ നോക്കി ചിരിച്ചു. സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ഉപകാരമായി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കുമാരേട്ടന്റെ നമ്പർ ഒന്ന് തരാമോ? ജസ്റ്റിൻ ചോദിച്ചപ്പോൾ അയാൾ വേഗത്തിൽ അയാളുടെ നമ്പർ ജസ്റ്റിന് പറഞ്ഞു കൊടുത്തു. സാറേ, ഞാൻ ബാക്കിയെടുക്കാം, അയാൾ അത് പറഞ്ഞ് അയാളുടെ അരയിൽ തപ്പിയപ്പോൾ ജസ്റ്റിൻ അയാളെ തടഞ്ഞു. വേണ്ട, ഞാൻ സന്തോഷത്തോടെ തന്നതാണ്, മടക്കി തരണ്ട. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട്, അവൻ പറഞ്ഞു. ഓ ശരി, അപ്പച്ചൻ എങ്ങനെയുണ്ട്? അയാൾ അപ്പോൾ ജസ്റ്റിനോട് ചോദിച്ചു. കുഴപ്പമില്ല, മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ജസ്റ്റിൻ പറഞ്ഞു. സാർ ഏത് സ്റ്റേഷനിലാണ്? അയാൾ ചോദിച്ചു. ഞാനിവിടെ ടൗൺ സ്റ്റേഷനിലാണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2 ദിവസമായേ ഉള്ളൂ വന്നിട്ട്. നാളെയും മറ്റന്നാളുമായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാനൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ആവശ്യമുള്ളപ്പോൾ വിളിക്കാം കേട്ടോ. ജസ്റ്റിൻ അത് പറഞ്ഞ് അയാളുടെ തോളിൽ തട്ടി. അയാൾ വളരെ ബഹുമാനത്തോടെ അവന് മുന്നിൽ നിന്നു. ശേഷം ജസ്റ്റിൻ അവിടെ നിന്ന് ജീപ്പിൽ കയറി. ജീപ്പ് എടുത്ത് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഒന്ന് അയാളെ നോക്കി തലയാട്ടി ചിരിച്ചു. അയാൾ അപ്പോൾ വളരെ വിനയപൂർവ്വം ജസ്റ്റിനോട് തലയാട്ടി. ജസ്റ്റിൻ വീട്ടിലെത്തിയപ്പോൾ അപ്പച്ചനും അയാളെ പറ്റി വളരെ നല്ല അഭിപ്രായം. അയാളെ കിട്ടിയത് വളരെ സഹായമായെന്നും ഹോസ്പിറ്റലിൽ എല്ലാ കാര്യത്തിനും കൂടെ നിന്നെന്നും അപ്പച്ചൻ വീണ്ടും പറഞ്ഞു. ആളൊരു പാവമാണെന്ന് പെരുമാറ്റത്തിൽ ജസ്റ്റിനും തോന്നി. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചതുകൊണ്ട് തന്നെ അപ്പച്ചന്റെ തൽക്കാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. പിന്നീട് പല ആവശ്യങ്ങൾക്കും അവർ കുമാരേട്ടനെ വിളിച്ചു. പുതിയൊരു നാട്ടിൽ പുതിയ ആളുകൾക്കിടയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന അവർക്ക് വലിയൊരു സഹായമായിരുന്നു ആ പാവം ഓട്ടോക്കാരൻ.
അപ്പച്ചൻ ഒറ്റയ്ക്കുള്ളപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകാൻ വിളിച്ചാൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് സാധനം വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കും. അപ്പച്ചനും കുമാരേട്ടനുമായി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ വല്ലാതെ അടുത്തു. ശരിക്കു പറഞ്ഞാൽ ഒരു പാവത്താനായിരുന്നു അയാൾ. ഗ്യാസ് എടുക്കാൻ പോകാനും പല ആവശ്യങ്ങൾക്കും അവർക്കൊരു സഹായിയായി. വീട്ടിലെ എല്ലാ കാര്യത്തിനും അയാൾ ജസ്റ്റിനോടും അപ്പച്ചനോടും ഒപ്പം നിന്നു. ജസ്റ്റിനും അപ്പച്ചനും അയാൾ വളരെ പെട്ടെന്ന് തന്നെ ഒരുപോലെ പ്രിയപ്പെട്ടതായി മാറി. അയാളുടെ ഭാര്യ മരിച്ചു പോയതാണെന്നും 2 പെൺമക്കളുണ്ടെന്നും മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നും അത്യാവശ്യം പ്രാരാബ്ധമുള്ള കൂട്ടത്തിലാണെന്നുമൊക്കെ ഇടയ്ക്ക് അയാൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഇടയ്ക്ക് 100ഉം 200ഉം ഒക്കെയായി ജസ്റ്റിൻ അയാൾക്ക് അധികം കൊടുക്കും. വാങ്ങാൻ കൂട്ടാക്കാറില്ലെങ്കിലും അവൻ നിർബന്ധിച്ചേൽപ്പിക്കും. കാരണം അയാൾ അവർക്ക് അത്രമേൽ സഹായമായിരുന്നു. അങ്ങനെ ജസ്റ്റിൻ പുതിയ സ്ഥലത്തെ സ്റ്റേഷനിൽ ജോലിക്ക് കയറിയിട്ട് 2 മാസം തികഞ്ഞു. പുതിയ സ്ഥലവും സ്റ്റേഷനും കോൺസ്റ്റബിൾമാരും എല്ലാവരുമായും ജസ്റ്റിൻ നല്ല പരിചയത്തിലായി. കാര്യം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒക്കെ ആണെങ്കിലും യാതൊരു അഹങ്കാരവും ഇല്ലാത്ത ഒരു പാവത്താനായിരുന്നു അവൻ. കള്ളന്മാരോടും മയക്കുമരുന്ന് കച്ചവടക്കാരോടും കേസിൽ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നവരോടുമൊക്കെ ദേഷ്യത്തോടെ സംസാരിക്കുമെങ്കിലും അല്ലാത്തവർക്ക് അവൻ പ്രിയങ്കരനായിരുന്നു. എളിമയുള്ള, വിനയമുള്ള, ദൈവത്തിന്റെ സ്വഭാവം പോലെ മഹത്വമുള്ള ഒരു പാവം. സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർക്കെല്ലാം അവനെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം അവൻ വരുന്നതിന് തൊട്ടു മുൻപുള്ള സർക്കിൾ ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾമാരോട് എല്ലാവരോടും കയർത്ത് സംസാരിക്കുന്ന ദേഷ്യക്കാരനായിരുന്നു. ആള് ട്രാൻസ്ഫർ ആയി പോയി പുതിയ ആള് വരുന്നു എന്ന് കേട്ടപ്പോൾ പുതിയ ആളും ദേഷ്യക്കാരനായിരിക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ജസ്റ്റിൻ ആണെങ്കിൽ എല്ലാവരോടും ഇണങ്ങി നിൽക്കുന്ന ഒരു പഞ്ചപാവവും. ജസ്റ്റിൻ വന്ന ശേഷം അവർക്കെല്ലാം സ്റ്റേഷനിലേക്ക് വരാൻ തന്നെ നല്ല താല്പര്യമായിരുന്നു. കാരണം ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അവൻ പെരുമാറാറില്ല. എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്ന കൂട്ടുകാരെ പോലെയാണ് സ്റ്റേഷനിൽ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അപ്പച്ചന് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. നാട്ടിൽ ചില ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ചെക്ക് കിട്ടാനുള്ളത് അപ്പച്ചന് പോസ്റ്റ് വഴി വന്നിരുന്നു. അതൊന്ന് ബാങ്കിൽ പോയി മാറണം. രാവിലെ ജസ്റ്റിനൊപ്പം ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അപ്പച്ചൻ ആ കാര്യം അവനോട് പറഞ്ഞു. ഇവിടെ SBIയിലല്ലേ പോകേണ്ടത്? ഞാൻ പോകുമ്പോൾ എന്റെ ഒപ്പം വന്നാൽ തിരിച്ചു പോരാൻ അപ്പച്ചന് ബുദ്ധിമുട്ടാവും. ചെക്ക് മാറി കഴിയുന്നത് വരെ എനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ലല്ലോ. ജസ്റ്റിൻ പറഞ്ഞു. അതിന് നീ വെറുതെ ബുദ്ധിമുട്ടണ്ടടാ, കുമാരന്റെ ഓട്ടോ വിളിച്ചാൽ മതി. അവനാവുമ്പോൾ ഞങ്ങൾക്ക് 2 കഥയും പറഞ്ഞ് അങ്ങനെ പോയിട്ട് വരാം. അപ്പച്ചൻ പറഞ്ഞപ്പോൾ ജസ്റ്റിൻ ഫോൺ എടുത്ത് കുമാരേട്ടന്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യത്തെ തവണ മുഴുവനായി റിങ് ചെയ്തെങ്കിലും കുമാരേട്ടൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. എടുക്കുന്നില്ലല്ലോ അപ്പച്ച, ജസ്റ്റിൻ പറഞ്ഞു. കോള് കണ്ടു കാണില്ല, നീ ഒന്നുകൂടി വിളിച്ചു നോക്ക്. അപ്പച്ചൻ പറഞ്ഞപ്പോൾ ജസ്റ്റിൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്നുകൂടെ കുമാരേട്ടനെ വിളിച്ചു. എന്നാൽ അപ്പോഴും റിങ് മുഴുവൻ അടിഞ്ഞു കട്ടായതല്ലാതെ അപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എടുക്കുന്നില്ല, കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുമോ എന്ന് നോക്കാം. ഞാൻ എന്തായാലും പോകുമ്പോൾ വിളിച്ചിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വരാൻ പറയാം അപ്പച്ച, ജസ്റ്റിൻ പറഞ്ഞു. അവൻ അത് പറഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞ് എണീറ്റ് കൈ കഴുകി. തൊപ്പിയെടുത്ത് കയ്യിൽ വെച്ച് ജീപ്പിനരികിലേക്ക് നടക്കുമ്പോൾ അവൻ ഒന്നുകൂടി വിളിച്ചു കുമാരേട്ടന്റെ നമ്പറിലേക്ക്. എന്നാൽ അപ്പോഴും ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. എടുക്കുന്നില്ല അപ്പച്ച, ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് വിളിച്ചു പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ കാണുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോകാം. പോയിട്ട് വരട്ടെ, മരുന്ന് സമയത്തിന് കഴിച്ചോളൂ ട്ടോ, ഞാൻ വിളിക്കാം. ജസ്റ്റിൻ അത് പറഞ്ഞ് ജീപ്പ് സ്റ്റാർട്ടാക്കി. ജീപ്പ് മുറ്റത്തു നിന്നും പോകുന്നത് അപ്പച്ചൻ ഉമ്മറക്കോലായിൽ നിന്ന് നോക്കി കണ്ടു. ജീപ്പ് ഓടിച്ച് അമ്പലമുക്ക് റോഡിന് പോകുമ്പോൾ ജസ്റ്റിൻ ഓട്ടോ സ്റ്റാൻഡിലേക്കൊന്നു നോക്കി. കുമാരേട്ടനെ സ്റ്റാൻഡിൽ വെച്ച് കണ്ടാൽ ഒന്ന് അപ്പച്ചനെയും കൊണ്ട് ബാങ്കിൽ പോകാൻ പറയാൻ വേണ്ടിയായിരുന്നു അവൻ നോക്കിയത്. പലതവണ കണ്ടു പരിചയമുള്ളതുകൊണ്ട് തന്നെ കുമാരേട്ടന്റെ ഓട്ടോ ജസ്റ്റിന് വേഗം കണ്ടാൽ അറിയാം. അവൻ ഒരു നോട്ടം നോക്കിയപ്പോൾ കുമാരേട്ടന്റെ ഓട്ടോ അവിടെ എങ്ങും കണ്ടില്ല. ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ വരിവരിയായി നിർത്തിയിട്ടിരിക്കുന്നുണ്ട് എന്നല്ലാതെ ഓട്ടോ ഡ്രൈവർമാരെ ആരെയും അവിടെ കാണാനില്ലായിരുന്നു. എല്ലാവരും ഇതെവിടെ പോയി? അവൻ ജീപ്പിലിരുന്ന് ചുറ്റും നോക്കി. ശേഷം ജീപ്പ് ഒന്ന് മുന്നോട്ടെടുത്തതും ജസ്റ്റിൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓട്ടോ സ്റ്റാൻഡിന് മുൻപിലായുള്ള ബോർഡിൽ ആദരാഞ്ജലികൾ എന്നെഴുതിക്കൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ എല്ലാവർക്കും പ്രിയപ്പെട്ട കുമാരേട്ടൻ. ജസ്റ്റിൻ ഒരു നിമിഷം അവന്റെ ജീപ്പ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത വിധത്തിൽ അവന്റെ നെഞ്ച് പടപടാ എന്ന് ഇടിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിപ്പോയി. 2 ദിവസം മുൻപ് കൂടെ ഗ്യാസ് തീർന്നപ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തന്ന ആളാണ്. അപ്പച്ചനോടും തന്നോടും അന്ന് പതിവിലും കൂടുതലായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ജസ്റ്റിൻ ഒരു നിമിഷം തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അങ്ങനെ നിന്നു. പിന്നെ അവൻ ജീപ്പ് നിർത്തി ജീപ്പിൽ നിന്നിറങ്ങി. സ്റ്റാൻഡിൽ എങ്ങും ആരെയും കാണാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ബേക്കറിയിലേക്ക് നടന്നു. ബേക്കറിയിൽ അപ്പോൾ ഒരു ജോലിക്കാരൻ പയ്യൻ ഉണ്ടായിരുന്നു. എന്താ സാർ, എന്താ വേണ്ടത്? ജസ്റ്റിനെ കണ്ടപ്പോൾ അവൻ വേഗത്തിൽ ചോദിച്ചു. ഒന്നും വാങ്ങിക്കാനല്ല, ഇവിടെ ഓട്ടോ ഡ്രൈവർ കുമാരേട്ടന്റെ ഫോട്ടോ കണ്ടു, അതുകൊണ്ടാണ് ഓട്ടോ സ്റ്റാൻഡിൽ ആരുമില്ലാത്തത്.
ജസ്റ്റിൻ അവനോട് ചോദിച്ചു. അതെ സാർ, എല്ലാവരും മരണവീട്ടിൽ പോയിരിക്കുകയാണ്. ഇവിടെ മുതലാളിയുമില്ല, എല്ലാവരും അവിടെയാ. എന്താ സാർ ചോദിച്ചത്? ആ പയ്യൻ ജസ്റ്റിനോട് ചോദിച്ചു. ഒന്നുമില്ല, എന്റെ പരിചയത്തിലുള്ള ആളാ. ആളിന്റെ വീട് ഇവിടെ എവിടെയാ? ജസ്റ്റിൻ ആ പയ്യനോട് ചോദിച്ചു. വീട് ഇവിടെ നിന്ന് 2 സ്റ്റോപ്പ് മാറി കൃഷ്ണകുളം റോഡിനാ. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും മതി. ആ പയ്യൻ പറയുമ്പോഴും ജസ്റ്റിൻ അതൊന്നും വിശ്വസിക്കാനാവാത്ത സ്ഥിതിയായിരുന്നു. ശരി, ജസ്റ്റിൻ അത് പറഞ്ഞുകൊണ്ട് നേരെ അവന്റെ ജീപ്പിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു നിമിഷം ജീപ്പ് സ്റ്റാർട്ടാക്കാൻ കഴിയാത്ത പോലെ അവൻ അതിൽ തന്നെ ഇരുന്നു. അപ്പച്ചനെ വിളിച്ച് കാര്യം പറയണമെന്നുണ്ടായിരുന്നു അവന്. അപ്പച്ചനൊന്ന് കാണണമെന്നുണ്ടെങ്കിലോ? പക്ഷേ വേണ്ട, വയ്യാതിരിക്കുന്ന ആളാണ്, പറയണ്ട. ബന്ധവും സ്വന്തവും ഒന്നുമല്ലെങ്കിലും അപ്പച്ചനും അത്രമേൽ ഇഷ്ടമായിരുന്നു ആ പാവത്താനെ. ജസ്റ്റിൻ അപ്പോൾ ജീപ്പിൽ ഇരുന്നു കൊണ്ട് ഫോൺ എടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചു. താൻ എത്താൻ അല്പം ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ നേരെ പോയത് കുമാരേട്ടന്റെ വീട്ടിലേക്കാണ്. കൃഷ്ണകുളം റോഡിന് ജീപ്പ് തിരിക്കുമ്പോൾ കണ്ടു വഴിയിലൊക്കെ ആദരാഞ്ജലികൾ എഴുതിക്കൊണ്ട് ചിരിക്കുന്ന കുമാരേട്ടനെ. ആ ഫോട്ടോകൾ കാണുമ്പോൾ ജസ്റ്റിൻ അതിലേക്ക് നോക്കാൻ പോലും ആവുന്നില്ലായിരുന്നു. കാരണം ശരിക്ക് ജീവനുള്ള പോലെ ചിരിച്ചു നിൽക്കുന്ന ആ മനുഷ്യനെ നിറ കണ്ണുകളോടെ അല്ലാതെ എങ്ങനെയാണ് നോക്കാനാവുക? ജസ്റ്റിൻ പതുക്കെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു ആർത്തുള്ള നിലവിളി. വലിയ ആൾക്കൂട്ടം ഇടവഴിയിലും വീടിന് മുൻപിലുമായി ഉണ്ടായിരുന്നു. ആ മുറ്റത്തേക്ക് കയറുമ്പോൾ ജസ്റ്റിൻ നോക്കിയത് ആ വീടിന്റെ സാഹചര്യത്തെയാണ്. തേപ്പ് കഴിയാത്ത ചെങ്കല്ല് പതിപ്പിച്ചുള്ള ഒരു ചെറിയ വാർപ്പ് വീട്. ജനലെന്ന് പറയാനോ വാതിലെന്ന് പറയാനോ ഒന്നുമില്ല. എല്ലായിടത്തും തുണി തൂക്കിയിട്ടിരിക്കുന്നു. തലയിലെ തൊപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് നടന്നപ്പോൾ ചുറ്റുമുള്ളവർ അവനെ ബഹുമാനത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ അവന് ബോഡി കാണാനായി മറ്റുള്ളവരെ നീക്കി വഴിയൊരുക്കി കൊടുത്തു. ഒരു നോട്ടത്തിൽ ആ വീടൊന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്കെത്തിയപ്പോൾ അവൻ കണ്ടു തലയ്ക്കൽ വിളക്ക് കത്തിച്ചു വെച്ച് അതിനരികിലായി കിടക്കുന്ന കുമാരേട്ടനെ. ഒരു നോട്ടമേ അവന് നോക്കാനായുള്ളൂ. വീട്ടിലെ സാഹചര്യമൊക്കെ ഇത്രയും മോശമായിട്ടാണ് ആ പാവം മനുഷ്യൻ പലപ്പോഴും തങ്ങളോട് ഓട്ടോക്കൂലി വാങ്ങാൻ മടിച്ചത്. ഒരു നിമിഷം അവൻ അയാൾക്കരികിൽ നിന്നു. മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സ് നീറി പുകയുന്ന പോലെ അവന് തോന്നി. അത്രമേൽ വേണ്ടപ്പെട്ട ആരോ നഷ്ടമായതുപോലെ. സാറേ, എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടോ? സാറേ, സാറിന്ന് നേരത്തെ എത്തിയോ? സാറേ, അപ്പച്ചന് മരുന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസിന്റെ ബാക്കി പൈസ കയ്യിലുണ്ട്, ഞാൻ തരാം കേട്ടോ സാറേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൗമ്യനായി ചിരിക്കുന്ന കുമാരേട്ടന്റെ മുഖമാണ് അവന്റെ മനസ്സിലുള്ളത്. ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ പറയാനും വിളിക്കാനും കുമാരേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജസ്റ്റിന് തോന്നി. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ വല്ലാതെ ഇറനണിഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ അവൻ അറിയാതെ തന്നെ അവന്റെ കണ്ണിൽ നിന്നും ഇറ്റു വീണുപോയി. മെല്ലെ ആ കാലിൽ ഒന്ന് തൊട്ട് ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു മറവിക്കും മായ്ച്ചു കളയാനാവാത്ത പോലെ കുമാരേട്ടന്റെ സ്നേഹത്തോടെയുള്ള വിളികളും ചിരിക്കുന്ന മുഖവും തന്നെയായിരുന്നു. അല്പനേരം അവൻ അവിടെ നിന്നു. ബോഡി എടുക്കാനായപ്പോഴാണ് അകത്തുനിന്ന് ബന്ധുക്കളെ ആരെയൊക്കെയോ ആളുകൾ താങ്ങിക്കൊണ്ടുവന്ന് ബോഡി കാണിക്കുന്നത് അവൻ കണ്ടത്. പെട്ടെന്നാണ് ഒരു പെൺകുട്ടിയെ അകത്തുനിന്ന് കുറച്ചാളുകൾ കൂടി താങ്ങി പിടിച്ചു കൊണ്ടുവന്നത്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ പേടിച്ചലറി കരയുന്ന ആ പെൺകുട്ടിയെ ഒരു നിമിഷം ജസ്റ്റിൻ ഒന്ന് നോക്കി. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കുമാരേട്ടനെ പതിപ്പിച്ചു വെച്ച പോലെ തന്നെയുണ്ട് ആ പെൺകുട്ടിയെ കാണുമ്പോൾ. വലിയ പ്രായമൊന്നും തോന്നിക്കാത്ത ചെറിയൊരു പെൺകുട്ടിയാണ്. വെളുത്ത നിറം, ധാരാളം മുടിയുണ്ട്. ഒരു സാധാരണ ക്രീം കളർ ചുരിദാർ ധരിച്ചിരിക്കുന്നു. ആ ചുരിദാറിന്റെ കളറിനൊപ്പം തന്നെ വെളുപ്പും ആ പെൺകുട്ടിക്കുണ്ട്. കരഞ്ഞു കരഞ്ഞു വീങ്ങിയ കണ്ണുകൾ, നേർത്ത പുരികം. ശരിക്കും കുമാരേട്ടനെ കാണുന്ന പോലെ തന്നെ. ജസ്റ്റിൻ ഒന്നുകൂടി അവളെ നോക്കി. കുമാരേട്ടന്റെ മോളായിരിക്കും അതെന്ന് ജസ്റ്റിൻ അപ്പോൾ തോന്നി. 2 പെൺകുട്ടികളാണെന്നും ഇളയവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നും ഒക്കെ തന്നോടും അപ്പച്ചനോടും കുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വെപ്രാളം കാണിച്ച് കരഞ്ഞു നിലവിളിക്കുന്ന പെൺകുട്ടിയെ ജസ്റ്റിൻ നന്നായി ഒന്ന് നോക്കി. ശേഷമുള്ള രംഗങ്ങളൊന്നും കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബോഡി എടുക്കാൻ കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങി. സാർ പോവാണോ? ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ജസ്റ്റിനോട് ചോദിച്ചു. അതെ, സ്റ്റേഷനിൽ ഡ്യൂട്ടിയുണ്ട്. വഴിയിൽ വെച്ചാ ഈ വിവരം അറിഞ്ഞത്. അപ്പോ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി. എന്താ സംഭവിച്ചത്? അപരിചിതനായ ആളോട് ജസ്റ്റിൻ അപ്പോൾ ചോദിച്ചു. ഒന്നുമില്ല, രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതാ. രാവിലെ ആയപ്പോൾ എണീറ്റില്ല, അറ്റാക്ക് ആയിരുന്നു, അയാൾ പറഞ്ഞു. ഓ, അത് ശരി. കേട്ടപ്പോൾ ജസ്റ്റിൻ ഒന്ന് ഞെട്ടി. ഇത്രയുള്ളൂ മനുഷ്യരുടെ കാര്യം. നിങ്ങൾ കുമാരേട്ടന്റെ ബന്ധുവാണോ? അവനൊപ്പം മുന്നോട്ട് നടക്കുന്ന ആ ആളോട് ജസ്റ്റിൻ കാര്യം അറിയാനായി ചോദിച്ചു. അല്ല, അയൽപ്പക്കത്തുള്ളതാ സാറേ. സാറിന് എങ്ങനെയാ പരിചയം? അയാൾ ജസ്റ്റിനോട് ചോദിച്ചു. എനിക്കറിയാം, എന്റെ വീട്ടിൽ സ്ഥിരമായി വരാറുണ്ട്. അപ്പച്ചനെ ഓട്ടോയിൽ കൊണ്ടുപോകാനും മറ്റും, അവൻ പറഞ്ഞു. ഒരു പാവത്താനായിരുന്നു സാറേ. നല്ല വീടും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചയച്ച് കടം വന്ന ശേഷം അതൊക്കെ വിറ്റിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചതാ. ഈ വീടൊന്ന് പണി തീർത്തിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അതിനുള്ള യോഗമില്ലാതെ പോയി. കുറെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോടും ഒരു പിടിച്ചുപറിയില്ല കേട്ടോ.
ഓട്ടം പോയാലും പൈസയൊക്കെ വളരെ കുറച്ചേ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുമല്ലോ, ആ പാവത്തിന്റെ ഗതി. അയാൾ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ശരിയാണെന്ന് ജസ്റ്റിനും അറിയാമായിരുന്നു. പൈസയോടൊന്നും ഒരു പിടിച്ചുപറിയുമില്ലാത്തൊരു പാവത്താൻ. ബോഡി എപ്പോഴാ എടുക്കുക? ജസ്റ്റിൻ അപ്പോൾ അയാളോട് ചോദിച്ചു. ഇപ്പോ എടുക്കും, ആരും വരാനൊന്നുമില്ല, ബന്ധുക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ആകെയുള്ളത് 2 പെൺകുട്ടികളാണ്. ഒന്നിന്റെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ കുട്ടി, അതിന്റെ കാര്യമാ കഷ്ടം. അതിന് അച്ഛനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഇനിയിപ്പോ അതിനാരുമില്ല. ബാങ്കിൽ ലോണും കടവും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ആരും ഏറ്റെടുക്കാനും വഴിയില്ല. ഇനി കല്യാണം കഴിഞ്ഞ മൂത്ത പെങ്കൊച്ച് അതിനെ കൂടെ കൂട്ടുമെങ്കിൽ അത് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മയുമില്ല, ഒറ്റയ്ക്ക് ഈ വീട്ടിൽ. അയാൾ പറഞ്ഞപ്പോൾ ജസ്റ്റിൻ ഒരു നിമിഷം ഒന്നവിടെ നിന്നു. ഇളയ കുട്ടിയാണോ ഇപ്പോൾ അവിടെ കരയുന്നത് കണ്ടത്? ജസ്റ്റിൻ അയാളോട് ചോദിച്ചു. അതെ സാറേ, ആ ക്രീം കളർ ചുരിദാറിട്ടില്ലേ, ആ പെൺകുട്ടി. പറയാൻ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെയുണ്ട്. പക്ഷേ ഈ കുട്ടിയെ ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാ ആ കുട്ടി. കുമാരേട്ടന്റെ ബന്ധുക്കളും അതിന്റെ അമ്മയുടെ ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പരസ്പരം മാറി മാറി പറയുന്നത് ആ പെൺകുട്ടിയെ ഇനി എന്ത് ചെയ്യുമെന്നാണ്. ഒറ്റയ്ക്കിടാനും പറ്റില്ല, ആർക്കും ഏറ്റെടുക്കാനും പറ്റില്ല. അതിന്റെ കഥ പാവം. അച്ഛനും മോളുമെന്ന് വെച്ച ആ കൂട്ടുകാരെ പോലെ ആയിരുന്നു. തോളിൽ കൈയിട്ടും ഭക്ഷണം വാരിക്കൊടുത്തും അമ്മയില്ലാത്തതിന്റെ ഒരു കുറവും കുമാരേട്ടൻ അതിനെ അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ കഥ കഷ്ടം. അയാൾ പറയുന്നതത്രയും ജസ്റ്റിൻ കേട്ടുനിന്നു. തിരിച്ചെന്ത് പറയണമെന്ന് പോലും അറിയാതെ അവൻ അവിടെ നിന്ന് പതിയെ മുന്നോട്ട് നടന്നു. അവൻ ജീപ്പിനരികിലെത്തുവോളം അയാളും ഉണ്ടായിരുന്നു അവനൊപ്പം. ശരിയെന്നാൽ ഞാൻ പോയിട്ട് വരാം, ജസ്റ്റിൻ അയാളോട് കൈകൊണ്ട് കാണിച്ച് ജീപ്പിലേക്ക് കയറി. ജീപ്പിൽ കയറിയിരുന്ന ശേഷം ജീപ്പ് സ്റ്റാർട്ടാക്കാനാവാതെ അല്പനേരം അവൻ ഒരേ ഇരിപ്പിരുന്നു. പിന്നെയാണ് തന്റെ ചിന്തകൾ മുഴുവൻ മറ്റെവിടെയോ ആണെന്ന് അവൻ ഓർമ്മ വന്നത്. തനിക്കിതെന്തു പറ്റി? മനുഷ്യരാണ്, സംഭവിക്കാനുള്ളത് സംഭവിക്കും. അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട്ടതിന്റെ ഷോക്കുണ്ടാകും എന്ന് കരുതി അതിൽ സ്റ്റക്കായിരിക്കാൻ കഴിയില്ലല്ലോ. ജസ്റ്റിൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് തന്നെ ജീപ്പ് സ്റ്റാർട്ടാക്കി. അല്പം കഴിഞ്ഞ് സ്റ്റേഷനിലെത്തി ജോലി തിരക്കിലേക്ക് കടന്നെങ്കിലും ജസ്റ്റിന്റെ മനസ്സ് മുഴുവൻ കുമാരേട്ടന്റെ ഓർമ്മകളായിരുന്നു. ബോഡിക്കരികിൽ നിന്ന് അലമുറയിട്ട് കരയുന്ന ആ പെൺകുട്ടിയുടെ മുഖവും. സാർ എന്താ ആലോചിച്ചിരിക്കുന്നത്? ആ ഉത്സവപ്പറമ്പിൽ വെച്ച് അടിയുണ്ടായ കേസില്ലേ, അവര് 2 കൂട്ടരും വന്നിട്ടുണ്ട് സാർ, അകത്തേക്ക് വരാൻ പറഞ്ഞോട്ടെ. കോൺസ്റ്റബിൾ സദാശിവൻ വന്ന് പറഞ്ഞപ്പോഴാണ് ജസ്റ്റിൻ പെട്ടെന്ന് ഞെട്ടിയത്. എന്തുപറ്റി സാർ, മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ? സദാശിവൻ ജസ്റ്റിനോട് ചോദിച്ചു. ജസ്റ്റിൻ അപ്പോൾ അയാളോട് ഓട്ടോക്കാരൻ കുമാരേട്ടൻ മരിച്ച സംഭവം പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ അയാൾക്കും ഷോക്കായിരുന്നു. അയ്യോ, നല്ല മനുഷ്യനായിരുന്നു. ഞാൻ അതാ സാറിന് ഓട്ടോ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ നമ്പർ തന്നത്. അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിച്ചിട്ട് കുറച്ച് പൈസയെ അന്ന് വാങ്ങിയുള്ളായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം. കേട്ടപ്പോൾ ഞെട്ടലോടെ സദാശിവേട്ടൻ ജസ്റ്റിനോട് പറഞ്ഞു. പരിചയത്തിലുള്ള എല്ലാവർക്കും കുമാരേട്ടൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്തു ചെയ്യാം, ഓരോരുത്തരുടെ വിധി. അന്ന് രാത്രി വീട്ടിലെത്തിയ ജസ്റ്റിൻ അപ്പച്ചനോട് കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത്, നീ നമ്മുടെ ഓട്ടോക്കാരൻ കുമാരന്റെ കാര്യം തന്നെയാണോ പറയുന്നത്? അപ്പച്ചൻ ഒരു ഞെട്ടലോടെയാണ് അത് ചോദിച്ചത്. അതെ അപ്പച്ച, ആള് പോയി. എനിക്ക് രാവിലെ അറിഞ്ഞപ്പോൾ അപ്പച്ചനോട് കാര്യം വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ വയ്യാത്ത അവസ്ഥയിൽ അപ്പച്ചൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നി. അവിടുത്തെ സാഹചര്യം അത്രയ്ക്ക് മോശമാണ്. അപ്പച്ചൻ വന്ന് കാണാതിരുന്നത് നന്നായി. ജസ്റ്റിൻ പറയുമ്പോൾ അപ്പച്ചൻ തരുത്തുകൊണ്ട് ഒരേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് ഇവിടെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ചു പോകുമ്പോൾ ഞാൻ വയ്യാതിരിക്കുന്നത് കണ്ട് എന്തെങ്കിലും സഹായം വേണമോ, ജോലി എടുത്തു തരണമോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ വെച്ച് തന്നിട്ടാ പോയത്. ആരെങ്കിലും ചെയ്യുമോ അങ്ങനെയൊക്കെ? മരുന്നും എടുത്തു തന്നു. കയ്യിൽ എന്തെങ്കിലും 10 രൂപ പിടിക്കാൻ കൊടുത്താൽ അത് വാങ്ങുകയുമില്ല. കണ്ടറിഞ്ഞ് സഹായിക്കും. പാവം, ഓരോരുത്തരുടെ ഗതി. ഈ പ്രായമായ നമ്മളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് കുടുംബത്തിന് ഏക ആശ്രയമായി നിൽക്കുന്നവരെ അങ്ങ് കൊണ്ടുപോവുകയാണല്ലോ. എന്തായാലും ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പച്ചന്റെ നിറഞ്ഞ കണ്ണുകൾ കാവിമുണ്ടിന്റെ തുമ്പെടുത്ത് തുടച്ചു. ജസ്റ്റിൻ ഇട്ട യൂണിഫോം പോലും മാറാതെ സോഫയിൽ ഒരേ ഇരിപ്പായിരുന്നു. അവിടുത്തെ സാഹചര്യമൊക്കെ വളരെ മോശമാണ് അപ്പച്ച. ആ വീട് കണ്ടാൽ മനസ്സിൽ നിന്ന് പോകില്ല. ജസ്റ്റിൻ പറഞ്ഞു. വീടിന്റെ പണി തീർക്കാനുണ്ടെന്നൊക്കെ കുമാരൻ പറഞ്ഞിരുന്നു. അപ്പച്ചൻ അത് കേട്ടപ്പോൾ പറഞ്ഞു. സത്യമാണ്, പണി തീർന്നിട്ടില്ല. മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ രണ്ടാമത്തെ മോളുടെ കരച്ചിൽ കാണാൻ വയ്യ. ജസ്റ്റിൻ എന്തോ ആ പെൺകുട്ടിയുടെ മുഖം ഓർമ്മയിൽ വന്നപ്പോൾ സങ്കടം കാരണം അവന്റെ കണ്ണുകൾ മെല്ലെ അടച്ചു. സാരമില്ലടാ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിതൊക്കെ കേട്ടിട്ട് സഹിക്കാനാവുന്നില്ല. പാവം പോയില്ലേ. ഈ നാട്ടിൽ വന്നിട്ട് ഈ നാടിനെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു കുമാരൻ കാരണം. നീ നാളെ എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകണം. വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പൈസയായിട്ട് കുറച്ച് സഹായിക്കാം, അപ്പച്ചൻ പറഞ്ഞു. ജസ്റ്റിൻ അത് കേട്ടിരുന്നു.
കുറെ നേരം കൂടെ സോഫയിൽ അതേ ഇരിപ്പിരുന്ന ശേഷമാണ് ജസ്റ്റിൻ കുളിക്കാനും ഭക്ഷണം കഴിക്കാനുമായി എഴുന്നേറ്റത്. പിറ്റേന്ന് അപ്പച്ചൻ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ നിന്ന് അല്പം നേരത്തെ ഇറങ്ങി ജസ്റ്റിൻ അപ്പച്ചനുമായി ആ വീട്ടിലേക്ക് ചെന്നു. മുറ്റത്തൊരു നീല പന്തലിട്ടിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളായി വളരെ കുറച്ച് ആളുകളുമുണ്ട്. ജസ്റ്റിൻ യൂണിഫോമിലായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ജസ്റ്റിനെ കണ്ടപ്പോൾ വളരെ ബഹുമാനത്തോടെ പെരുമാറി. ഒപ്പം അപ്പച്ചനോടും. കുട്ടികൾ ഏത് റൂമിലാ? അപ്പച്ചൻ അവരെ കാണാനായി അവിടെയുള്ള ഒരാളോട് ചോദിച്ചു. ദേ വന്നോളൂ, ഇവിടെയാ. അതിലൊരാൾ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലേക്ക് കാണിച്ചു. അപ്പച്ചനും ജസ്റ്റിനും അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു സിമന്റ് മാത്രം ഇട്ട് പാകിയ നിലത്ത് വിരിച്ച പായിൽ കമഴ്ന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ. ദേ ഇത് ഇളയ കുട്ടിയാ, മൂത്ത കുട്ടി അപ്പുറത്തുണ്ട്, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാ, അയാൾ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചനും ജസ്റ്റിനും അപ്പോൾ പായിൽ കിടക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നന്നായി നോക്കി. പാവം, അത് അവർ വന്നതൊന്നും അറിയാതെ കരഞ്ഞു കിടപ്പാണ്. ശ്രീകുട്ടി എണീറ്റേ, ദേ അച്ഛന്റെ പരിചയക്കാർ വന്നിട്ടുണ്ട്. ടൗൺ സ്റ്റേഷനിലെ പോലീസ് ഓഫീസറും അദ്ദേഹത്തിന്റെ അച്ഛനും വന്നിട്ടുണ്ട്. മോൾ എണീറ്റേ. ഒരു സ്ത്രീ ചെന്ന് അവളെ തട്ടി വിളിച്ചപ്പോൾ കിടക്കുകയായിരുന്ന അവൾ തലപൊന്തിച്ച് വേഗത്തിൽ എണീറ്റു. എണീക്കണ്ട, കുട്ടി അവിടെ ഇരിക്കി. അപ്പച്ചൻ അപ്പോൾ അവൾക്കരികിലേക്ക് ചെന്ന് അവളെ അവിടെ പായിൽ തന്നെ ഇരുത്തിച്ചു. അപ്പോഴേക്കും അവിടെയുള്ള ഒരാൾ 2 കസേര കൊണ്ടുവന്ന് ജസ്റ്റിനും അപ്പച്ചനും ഇരിക്കാനായി ഇട്ടുകൊടുത്തിരുന്നു. അവർ രണ്ടുപേരും ആ കസേരയിൽ ഇരുന്നു. ശ്രീലക്ഷ്മി അപ്പോൾ അവരെ കണ്ടതും പൊട്ടിക്കരയുകയായിരുന്നു. മോൾക്ക് ഞങ്ങളെ അറിയാൻ വഴിയില്ല, പക്ഷേ ഞങ്ങൾക്ക് മോളെ അറിയാം. 2 മാസമായേ ഉള്ളൂ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടെങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് അത്രമേൽ സഹായിയായിരുന്നു. അപ്പച്ചൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അവരെ നോക്കി കണ്ണു നിറച്ചു. ശേഷം അവർക്ക് മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയാം, ജസ്റ്റിൻ സാറിനെയും അപ്പച്ചനെയും കുറിച്ച് അച്ഛൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുമ്പോൾ അപ്പച്ചൻ കൊടുത്തയക്കുന്ന ഭക്ഷണമൊക്കെ എനിക്ക് കൊണ്ടു തരാറുണ്ട്. വലിയ ഇഷ്ടമായിരുന്നു നിങ്ങളെ. അവൾ അത് പറഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോൾ കണ്ടുനിന്ന അപ്പച്ചന്റെയും ജസ്റ്റിന്റെയും കണ്ണുകളും നിറഞ്ഞു. കരയിലെ കുട്ടിയെ, നമ്മളെല്ലാവരും പോകാനുള്ളതാ, വിഷമിച്ചിട്ട് കാര്യമില്ല. മോള് മനസ്സിന് ധൈര്യം കൊടുക്കണം. ചെറിയ പ്രായമല്ലേ, മുന്നോട്ട് കുറെ ജീവിക്കാനുണ്ട്. അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കുട്ടി ഇത് പിടിക്കി. അപ്പച്ചൻ അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും നോട്ടിന്റെ ഒരു കെട്ടെടുത്ത് അവളുടെ കയ്യിൽ മുറുകെ പിടിപ്പിച്ചു. അയ്യോ വേണ്ട അപ്പച്ച, ഇതൊന്നും വേണ്ട. അപ്പച്ചൻ ഇവിടെ വരെ വന്നല്ലോ, അത് മതി. അച്ഛൻ സന്തോഷമായി കാണും. അവൾ അപ്പച്ചന്റെ കണ്ണിലേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞപ്പോൾ അയാൾ അവളുടെ മുടിയിലൂടെ ഒന്ന് തലോടി. ഞാൻ പറഞ്ഞില്ലേ, വരാതിരിക്കാനാവില്ല മോളെ. അച്ഛന്റെ സാമീപ്യം എന്നും മോളുടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ എന്ത് സഹായത്തിനും ഞങ്ങളും ഉണ്ടാകും. ഇത് വലിയ പൈസയൊന്നുമില്ല, തൽക്കാല ആവശ്യത്തിന് ഉപകരിക്കും. അപ്പച്ചൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ അപ്പച്ചനെയും ജസ്റ്റിനെയും ഒന്ന് മാറി മാറി നോക്കി. വളരെ ഓമനത്തമുള്ള ഒരു സുന്ദരി കുട്ടിയായിരുന്നു അവൾ. എങ്കിലും കരഞ്ഞ് കരഞ്ഞ് ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടെ ഇരിക്കേണ്ട ആ കുട്ടിയെ അങ്ങനെ ആകെ വാടി തളർന്ന അവസ്ഥയിൽ കണ്ടപ്പോൾ ജസ്റ്റിൻ ആകെ വല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു. ഒപ്പം അപ്പച്ചനും. അപ്പച്ചൻ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റിൻ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും അവിടെയുള്ളവർ ജസ്റ്റിനും അപ്പച്ചനും പന്തലിലെ മേശപ്പുറത്ത് ചായ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചായ വേണ്ടെന്ന് അവൻ പറഞ്ഞെങ്കിലും അവിടെയുള്ളവർ നിർബന്ധിച്ച് ജസ്റ്റിനെ ചായ കുടിക്കാൻ ഇരുത്തിച്ചു. അപ്പച്ചൻ അപ്പോഴും റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അല്പനേരം കൂടെ ശ്രീകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് അപ്പച്ചൻ റൂമിൽ നിന്നിറങ്ങിയത്. ശ്രീലക്ഷ്മിയുടെ ചേച്ചിയോടും സംസാരിച്ചു. പൈസയുള്ള കൂട്ടരാണെന്ന് തോന്നുന്നു. അവൾക്ക് കാര്യമായി എന്തോ കൊടുത്തിട്ടുണ്ട്. വീട്ടിനകത്തു നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ സ്ത്രീകളിൽ ഒരാൾ മറ്റൊരു സ്ത്രീയോട് പറയുന്നത് അപ്പച്ചന്റെ ചെവിയിൽ കേട്ടു. അത് കേട്ടെങ്കിലും കേട്ടെന്ന് നടിക്കാതെ അപ്പച്ചൻ ജസ്റ്റിനരികിലേക്ക് വന്നു. അവിടെ നിന്ന് ചായ കുടിച്ച് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അവരിറങ്ങി. പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ബഹുമാനത്തോടെയാണ് അവരെ യാത്രയാക്കിയത്. ജസ്റ്റിന്റെ ബുള്ളറ്റിന് പിറകിൽ അപ്പച്ചൻ പതിയെ കയറിയിരുന്നു. ജസ്റ്റിൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി റോഡിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് പോരുമ്പോൾ ബുള്ളറ്റിൽ അപ്പച്ചനും ജസ്റ്റിനും ഒന്നും മിണ്ടാതെ എന്തോ ആലോചനയിലായിരുന്നു. അങ്ങനെ അവർ അവരുടെ വീടെത്തി. മോനെ, നമുക്ക് ആ കുട്ടിയെ നിനക്ക് ആലോചിച്ചാലോ? ബുള്ളറ്റ് അവരുടെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അപ്പച്ചൻ ജസ്റ്റിനോട് അത് ചോദിച്ചത്. കേട്ടപ്പോൾ ജസ്റ്റിൻ ഒന്ന് ഞെട്ടി. എന്താ, ആരുടെ കാര്യമാ അപ്പച്ചൻ പറയുന്നത്? ജസ്റ്റിൻ അപ്പോൾ ചോദിച്ചു. അപ്പോഴേക്കും അവന്റെ ബുള്ളറ്റ് മുറ്റത്ത് നിർത്തിയിരുന്നു. അപ്പച്ചൻ അപ്പോൾ ബുള്ളറ്റിൽ നിന്ന് പതിയെ ഇറങ്ങി. എന്നിട്ട് ജസ്റ്റിന്റെ അരികിലേക്കൊന്ന് ചേർന്നു നിന്നു. കുമാരന്റെ ഇളയ കുട്ടിയെ നമ്മൾ ഇന്ന് കണ്ടില്ലേ? എനിക്ക് അതിനെ കണ്ടിട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരു പാവം മോള്. അവന്റെ പോലെ തന്നെ നല്ല പെരുമാറ്റമാണ്. അതിനോട് വർത്താനം പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് നിന്റെ അമ്മച്ചിയെ ഓർമ്മ വന്നുപോയി. അതിന്റെ സ്ഥിതി അവിടെ വലിയ മോശമാണ്. നമ്മൾ കൊടുത്ത പൈസ അതിന് കിട്ടുമോ, അടുത്തുള്ളവർ വാങ്ങുമോ എന്നൊന്നും അറിയില്ല. മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ചയച്ചതല്ലേ, അത് 16 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കാര്യം എന്താവും? ആരുമില്ല അതിന്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതിന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ സമ്മതമാണെങ്കിൽ, ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം, നിന്റെ പെണ്ണായിട്ട്. അപ്പച്ചൻ അത് പറഞ്ഞപ്പോൾ ജസ്റ്റിൻ അപ്പച്ചനെ തന്നെ നോക്കി അങ്ങനെ നിന്നുപോയി.
അപ്പച്ചനോട് എന്തു പറയണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞാൽ നിനക്കെതിരുണ്ടാവില്ലെന്നറിയാം, നമുക്ക് ആലോചിച്ചുകൂടെ? അപ്പച്ചൻ ചോദിച്ചപ്പോൾ ജസ്റ്റിൻ ആ പെൺകുട്ടിയുടെ മുഖമാണ് മനസ്സിലേക്ക് ഓടി വന്നത്. ഇന്നലെ ബോഡി കാണാൻ പോയപ്പോൾ തന്നെ തന്റെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ ആ നിഷ്കളങ്കമായ മുഖം, ഒപ്പം അതിന്റെ അലറി വിളിച്ചുള്ള കരച്ചിലും. ജീവിതത്തിലെ എല്ലാമായിരുന്ന അച്ഛൻ എന്ന ഏക ആശ്രയം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം മാനസികാവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി ഇന്നലെ. അതിന്റെ കണ്ണീരൊപ്പാൻ കഴിയുമെങ്കിൽ, അതിനൊരു ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ പരം പുണ്യം എന്താണ്? ജസ്റ്റിൻ അപ്പോൾ അപ്പച്ചനെ നോക്കി അതെ എന്ന് തലയാട്ടി. അപ്പച്ചൻ അത് കണ്ടപ്പോൾ മനസ്സൊന്ന് തെളിഞ്ഞു. അപ്പച്ചൻ അവനെ തന്നെ ഒരു നിമിഷം നോക്കി, എന്നിട്ട് ശരിയെന്ന് അവന്റെ തോളിൽ ഒന്ന് ചെറുതായി തട്ടി. അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ കുമാരേട്ടന്റെ 16 കഴിഞ്ഞ ശേഷം അവർ ആ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയെ ജസ്റ്റിനു വേണ്ടി ആലോചിച്ചു. അപ്പച്ചനും ജസ്റ്റിനും കൂടിയാണ് പോയത്. പോയപ്പോൾ ആ വീട്ടിൽ മരിച്ചതിന്റെ പിറ്റേന്ന് കണ്ട ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ മൂത്ത ചേച്ചിയും ഭർത്താവും കുഞ്ഞും ഏതോ ഒരു അമ്മാവനും മാത്രം ഉണ്ടായിരുന്നു. അവര് ചെന്ന സമയം കറക്റ്റ് എന്ന് പറയുന്നത് പോലെ മൂത്ത ചേച്ചിക്ക് ഭർത്താവിന്റെ വീട്ടിൽ പോകേണ്ടതുണ്ട്. അവിടേക്ക് ഈ കുട്ടിയെ കൂട്ടിയിട്ട് പോകാനാവില്ല. ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അത് ഇഷ്ടമാവില്ലത്രേ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ എവിടെയാക്കുമെന്ന ചിന്തയിലായിരുന്നു അവർ. പെൺകുട്ടി ആയതുകൊണ്ടും ഏറ്റെടുത്താൽ ബുദ്ധിമുട്ടാകുമെന്നുള്ളതുകൊണ്ടും ബന്ധുക്കളൊക്കെ ചടങ്ങ് കഴിഞ്ഞ് കൈയൊഴിഞ്ഞു പോയി. ചേച്ചി പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, എനിക്ക് കൂട്ടിന് അച്ഛനുണ്ടല്ലോ. കൂടെ ഇല്ലെങ്കിലും അച്ഛന്റെ സാമീപ്യം ഇവിടെയൊക്കെ ഉണ്ട്. അത് പറഞ്ഞ് ശ്രീകുട്ടി വിതുമ്പി കരയുമ്പോഴാണ് ജസ്റ്റിനും അപ്പച്ചനും അങ്ങോട്ട് കയറി ചെന്നത്. അവർ ചെന്ന പാടെ കാര്യം എന്താണെന്ന് സൂചിപ്പിച്ചു. ചേച്ചിയുടെ ഭർത്താവിനോടാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് നല്ല താല്പര്യമായിരുന്നു. ജാതിയും മതവും കൊണ്ട് അവരുടെ കൂട്ടരല്ലെങ്കിൽ പോലും ജസ്റ്റിൻ ഒരു പോലീസ് ഓഫീസറാണ്. അവരെപ്പോലൊരു കുടുംബത്തെ സംബന്ധിച്ച് എത്രയോ ഉയർന്ന നിലയിലുള്ള ആൾ. അവർക്ക് സമ്മതമാണെന്നറിഞ്ഞപ്പോൾ അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്ന അമ്മാവനോടും കാര്യം സൂചിപ്പിച്ചു. അറിഞ്ഞപ്പോൾ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ആർഭാടമായിട്ടൊന്നും വേണ്ടെന്നും വളരെ ചെറിയ രീതിയിൽ മതിയെന്നും അവർ പറഞ്ഞതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ദിവസം അടുത്തുള്ള ഒരു പള്ളിയിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങുകളോടെ ജസ്റ്റിൻ ശ്രീകുട്ടിക്ക് മിന്നുകെട്ടി. പച്ച ബ്ലൗസും സെറ്റ് സാരിയുമായിരുന്നു ശ്രീലക്ഷ്മിയുടെ വേഷം. ഒരു വെള്ള ഷർട്ടും മുണ്ടും ജസ്റ്റിന്റെയും. ശ്രീലക്ഷ്മിയുടെ ചേച്ചി സമ്മാനിച്ച സ്വർണത്തിന്റെ ഒരു ചെറിയ ചെയിൻ മാത്രം ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ പൊന്നെന്ന് പറയാൻ. കയ്യിൽ പച്ച കുപ്പിവളകളായിരുന്നു. എങ്കിലും അവൾ സുന്ദരിയായിരുന്നു. ജസ്റ്റിൻ കെട്ടിയ മിന്നുകൂടെ അവളുടെ കഴുത്തിൽ പതിഞ്ഞപ്പോൾ അവളുടെ മുഖത്തിന് വല്ലാത്തൊരു ഭംഗി വന്നതുപോലെ ജസ്റ്റിന് തോന്നി. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിപ്പോയി. പൊന്നോ പണ്ടമോ ഒന്നുമില്ലെങ്കിലും ശ്രീലക്ഷ്മി എത്രയോ സുന്ദരിയാണ്, അവന്റെ മനസ്സ് പറഞ്ഞു. ജസ്റ്റിന്റെ നാട് തിരുവനന്തപുരമായിരുന്നതുകൊണ്ടും അവിടെ നിന്ന് തൃശൂർ വരെ ബന്ധുക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും വിവാഹം കഴിഞ്ഞ് അവിടെ പിന്നീട് ഒരു പാർട്ടി ഒരുക്കാമെന്ന് തീരുമാനിച്ചു. ജസ്റ്റിന്റെ ഒരു അമ്മാവനും അമ്മായിയും മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ. ശ്രീകുട്ടിയുടെ ഭാഗത്തു നിന്നും ചേച്ചിയും ഭർത്താവും കുഞ്ഞും ഏറ്റവും അടുത്ത 4-5 ബന്ധുക്കളും മാത്രം. മിന്നുകെട്ട് കഴിഞ്ഞ് പള്ളിക്കടുത്തുള്ള ഹാളിൽ ഭക്ഷണവും ഏർപ്പാടാക്കിയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഉച്ചയോടെ ജസ്റ്റിൻ താമസിക്കുന്ന വീടിനു മുൻപിൽ അവരുടെ കാർ എത്തിയപ്പോൾ ശ്രീലക്ഷ്മി ഒന്ന് ചുറ്റിലും നോക്കി. തങ്ങളെപ്പോലെ തേപ്പ് കഴിയാത്ത വീടൊന്നുമല്ല, 2 നിലയിലുള്ള നല്ല വീട്. ആ വീടിന് ചുറ്റിലും കണ്ണോടിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അച്ഛനായിരുന്നു. അച്ഛൻ സഹായിക്കാൻ വന്നുകൊണ്ടിരുന്ന വീടല്ലേ. ശ്രീലക്ഷ്മി ഇറങ്ങൂ. മനസ്സിൽ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവൾ കാറിലിരിക്കുമ്പോൾ ജസ്റ്റിൻ കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് അവളോട് പറഞ്ഞു. ശ്രീലക്ഷ്മി അപ്പോൾ കാറിലിരുന്നു കൊണ്ട് ജസ്റ്റിന്റെ മുഖത്തേക്കൊന്നു നോക്കി. ആരോരുമില്ലാത്തൊരു പെൺകുട്ടിയുടെ എല്ലാ നിസ്സഹായതയും അവളുടെ ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു. അവനപ്പോൾ അവളെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, ഇറങ്ങിക്കോളൂ. മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ അവൻ അത് പറഞ്ഞപ്പോൾ എന്തോ അതുവരെ ഇല്ലാതിരുന്ന ഒരു ആത്മധൈര്യം അവൾക്ക് കൈവരുന്ന പോലെ അവൾക്ക് തോന്നി. അറിയാത്ത ആളുകളാണെങ്കിലും തനിക്കൊരു ജീവിതം വെച്ച് നീട്ടിയവരാണ്. ആരും നോക്കാനില്ലാതെ കൈയൊഴിഞ്ഞപ്പോൾ തന്നെ സ്വീകരിച്ചവരാണ്. അപ്പച്ചനും ജസ്റ്റിനും ദൈവത്തെ പോലെ ആയിരുന്നു അവൾക്ക്. ജസ്റ്റിൻ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി കാറിൽ നിന്ന് പതിയെ ഇറങ്ങി. അപ്പച്ചൻ അപ്പോൾ അവിടെ ഉമ്മറക്കോലായിൽ അവരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ജസ്റ്റിൻ അപ്പോൾ അവളുടെ കയ്യിൽ കൈകോർത്തൊന്നു പിടിച്ചു. വല്ലാത്തൊരു സുരക്ഷിതത്വം അവന്റെ ആ പിടുത്തത്തിൽ ശ്രീലക്ഷ്മിക്ക് തോന്നി. വാ, അവൻ അത് പറഞ്ഞ് അവളുടെ കയ്യിൽ കോർത്തിണക്കി പിടിച്ചുകൊണ്ട് ഉമ്മറപ്പടിക്കരികിലേക്ക് ചെന്നു നിന്നു. അപ്പച്ചൻ അപ്പോൾ അവരെ 2 പേരെയും നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തിച്ചു വെച്ച കുഞ്ഞു മെഴുകുതിരി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. വലതുകാൽ വെച്ച് സന്തോഷമായിട്ട് കേറിക്കോ മോളെ. അപ്പച്ചൻ അത് പറഞ്ഞപ്പോൾ അവൾ അപ്പച്ചന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരച്ഛന്റെ സ്നേഹം ആ കണ്ണുകളിൽ അവൾക്ക് കാണാമായിരുന്നു. സങ്കടം കൊണ്ട് കണ്ണ് കലങ്ങിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ശ്രീലക്ഷ്മി പതുക്കെ ആ പടികൾ കയറി. അവളുടെ നേർത്ത വിരലുകൾ വെള്ള ടൈൽസിൽ പതിപ്പിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞു പാദങ്ങൾ എടുത്തു വെച്ച് അകത്തേക്ക് കയറി. ഒപ്പം ജസ്റ്റിന്റെ ജീവിതത്തിലേക്കും. മെഴുകുതിരി ഇവിടെ വെച്ചോളൂ.
ഹാളിലുണ്ടായിരുന്ന ക്രൂശിത രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു. ശ്രീലക്ഷ്മി അപ്പോൾ പതിയെ നടന്നു ചെന്ന് യേശു കർത്താവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ആ മെഴുകുതിരി വെച്ചു. അവൾ അതവിടെ കൊണ്ടുവച്ചപ്പോൾ ആ ഫോട്ടോയും ഒന്ന് പ്രകാശിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ദൈവത്തിന്റെ മുഖത്തിന് വല്ലാത്ത ശോഭ വന്നതുപോലെ. ദൈവം അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്ന പോലെ ശ്രീലക്ഷ്മി ഒരു നിമിഷം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിപ്പോയി. ജസ്റ്റിന്റെ അമ്മായി അപ്പോൾ ഒരു ഗ്ലാസ്സിൽ പാലുമായി അങ്ങോട്ട് വന്നിരുന്നു. അവരെ രണ്ടുപേരെയും സോഫയിലിരുത്തി ആദ്യമായി മധുരം കൊടുത്തത് അപ്പച്ചൻ തന്നെയാണ്. സ്നേഹത്തോടെ ഒരു കുഞ്ഞു ടീസ്പൂൺ പാൽ അവളുടെ നാവിലേക്ക് അപ്പച്ചൻ ചേർത്തു വെച്ചപ്പോൾ ആദ്യമായി മധുരം നുണയുന്ന ഒരു കുഞ്ഞിനെ പോലെ ശ്രീലക്ഷ്മി ആ പാൽ നുണഞ്ഞു. ഒപ്പം ജസ്റ്റിനും. അമ്മായിക്കും അമ്മാവനും അന്ന് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ അല്പം കഴിഞ്ഞ് ട്രെയിനിന് സമയമായപ്പോൾ ശ്രീലക്ഷ്മിയെയും ജസ്റ്റിനെയും വിരുന്നിന് വിളിച്ച് ശേഷം യാത്ര പറഞ്ഞ് അവർ തിരികെ പോയി. ശേഷം ജസ്റ്റിനും അപ്പച്ചനും ശ്രീലക്ഷ്മിയും മാത്രമായി ആ വീട്ടിൽ. ശ്രീലക്ഷ്മി പോയി ഡ്രസ്സ് മാറിക്കോളൂ, ശ്രീലക്ഷ്മിക്ക് പാകമാകുമോ എന്നറിയില്ല, അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ ചെന്ന് വാങ്ങിയിട്ടുണ്ട്, പറ്റിയത് എടുത്ത് ധരിച്ചോളൂ, നമുക്ക് നാളെ പുറത്തു പോയിട്ട് ബാക്കി എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാം കേട്ടോ. ജസ്റ്റിൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവൾ മെല്ലെ തലയാട്ടി. ശ്രീലക്ഷ്മി മുകളിലേക്ക് ചെന്നാൽ മതി, അവിടെയാണ് നമ്മുടെ മുറി, അപ്പച്ചൻ ഇവിടെ താഴെയാണ് കിടക്കാറുള്ളത്. ജസ്റ്റിൻ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ജസ്റ്റിനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ചെന്ന് ഡ്രസ്സൊക്കെ മാറിക്കോളൂ, വിഷമിക്കേണ്ട കേട്ടോ, ജസ്റ്റിൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് നിറയുന്ന പോലെ അവൾക്കപ്പോൾ തോന്നി. അവൾ അപ്പോൾ പതിയെ സ്റ്റെയർ കയറി മുകളിലേക്ക് ചെന്നു. മുകളിലെത്തിയപ്പോൾ കണ്ടു വിശാലമായ ഒരു വരാന്തയും 2 വശങ്ങളിലായി 2 റൂമിന്റെ വാതിലുകളും. അതിലൊരു റൂമിന്റെ വാതിൽ അടച്ചിട്ടിട്ടും ഒരു റൂമിന്റെ വാതിൽ തുറന്നിട്ടിട്ടുമുണ്ട്. തുറന്നിട്ട റൂമിലേക്കാണ് അവൾ ആദ്യം ചെന്നത്. അവിടെ അപ്പോൾ ജസ്റ്റിന്റെ പോലീസ് യൂണിഫോം ഹാങ്കറിൽ കൊളുത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ജസ്റ്റിൻ പറഞ്ഞ പോലെ അതാണ് മുറി എന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്ന് ചുറ്റും നോക്കി. നല്ല വലിയ മുറിയാണ്. നല്ല കട്ടിലും കിടക്കയുമുണ്ട്. വലിയ അലമാര, AC ഒക്കെയുണ്ട്. അവിടെ തന്നെ ബാൽക്കണിയിലേക്കുള്ള വാതിലുമുണ്ട്. അവൾ ഒന്നുകൂടെ ചുറ്റും നോക്കി. തന്റെ തേപ്പ് തീരാത്ത വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന അവൾക്ക് ആ വീടും മുറിയും കണ്ടപ്പോൾ ഒരു സ്വർഗം പോലെ തോന്നി. അവൾ ഒരു നിമിഷം എന്തോ ഓർത്തുകൊണ്ട് അവിടെ നിന്നു. അച്ഛൻ ദാനം തന്ന പോലെ കിട്ടിയ ജീവിതമാണ് അതെന്ന് അവൾക്ക് തോന്നി. കാരണം അച്ഛൻ ഇവരോട് കാണിച്ച സ്നേഹമാണ് ഇവർ തന്നെ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അപ്പച്ചൻ തന്നെ മോന്റെ ഭാര്യയാക്കിയത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, വീടിന്റെ പണി തീർത്ത് എന്റെ കുട്ടിയെ നല്ലൊരു കയ്യിൽ ഏൽപ്പിച്ചാൽ അച്ഛന് സമാധാനമായി എന്ന്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിക്കൂ എന്ന്. പക്ഷേ അതിനൊന്നും കഴിയാതെ അച്ഛൻ പോയി. എങ്കിലും അച്ഛൻ കാരണം തന്നെ ഞാൻ സുരക്ഷിതമായ കൈകളിൽ എത്തിയിരിക്കുന്നു. അച്ഛനെ ഓർത്ത് കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവിടെ നിന്നു. മരിച്ചിട്ട് കുറച്ചു ദിവസമായെങ്കിലും അവൾക്ക് അച്ഛന്റെ ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്ക് വന്ന സങ്കടം ഒരു കരച്ചിലായി അലയടിക്കുമ്പോൾ അവൾ ആ കട്ടിലിലേക്കിരുന്ന് ഒരു നിമിഷം മുഖം പൊത്തി കരഞ്ഞുപോയി. ഒന്ന് നന്നായി കരയണമെന്ന് തോന്നി അവൾക്ക്. കണ്ണിലെഴുതിയ കൺമശി കണ്ണുനീരിനൊപ്പം ചെറുതായി കലങ്ങിയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവളുടെ പുറത്തൊരു കൈ അമർന്നത്. അവൾ പെട്ടെന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ അവളുടെ ഷോൾഡറിൽ പിടിച്ചു നിൽക്കുകയാണ് ജസ്റ്റിൻ. ശ്രീലക്ഷ്മി കരയാതിരിക്കൂ, ജസ്റ്റിൻ അവളെ നോക്കി മെല്ലെ പറഞ്ഞു. ജസ്റ്റിനെ കണ്ടതും അവൾ വേഗം കട്ടിലിൽ നിന്ന് എണീറ്റ് അവളുടെ കണ്ണു തുടച്ചു. വിഷമം കാണും, കരയരുതെന്ന് പറയാൻ ഞാൻ ആളുമല്ല, പക്ഷേ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്, ജസ്റ്റിൻ അവളോട് പറഞ്ഞു. ഒന്നുമില്ല സാർ. പെട്ടെന്ന് അച്ഛനെ ഓർത്തപ്പോൾ അവൾ അവളുടെ 2 കണ്ണുകളും തുടച്ച് മുഖത്ത് സന്തോഷം അഭിനയിച്ചു. ജസ്റ്റിൻ അപ്പോൾ അവളെ തന്നെ ഒന്ന് കണ്ണെടുക്കാതെ നോക്കി. ആ നോട്ടത്തിൽ അവൾക്കറിയാമായിരുന്നു അവന് തന്നോടുള്ള പ്രണയത്തിന്റെ ആഴം. ഒരു നിമിഷം അവന്റെ നോട്ടത്തിന്റെ സൂക്ഷ്മത താങ്ങാനാവാതെ അവൾ അവന്റെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റി താഴേക്ക് നോക്കിപ്പോയി. ജസ്റ്റിൻ അപ്പോൾ ചെന്ന് റൂമിന്റെ വാതിൽ അടച്ചു. എന്നിട്ട് ശ്രീലക്ഷ്മിയുടെ അരികിലേക്ക് വന്നു. കരയരുതെന്ന് പറയാൻ ഞാൻ ആളല്ല, കുറെ പൊട്ടിക്കരഞ്ഞാൽ വിഷമം കുറെയൊക്കെ അങ്ങ് തീരും. എങ്കിലും പറയുകയാണ്, കരയാതിരിക്കാൻ ശ്രമിക്കണം. അച്ഛൻ എപ്പോഴും ശ്രീലക്ഷ്മിയുടെ കൂടെ തന്നെയുണ്ട്. അച്ഛന്റെ സാമീപ്യം ഉള്ളുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് അനുഭവിക്കുകയും ചെയ്യാം. എന്നും എല്ലാ സഹായത്തിനും ഞാനുണ്ടാകും കൂടെ, അപ്പച്ചനും. അവൻ അത് പറഞ്ഞ് അവളുടെ കവിളിലൊന്നും മെല്ലെ തൊട്ടു. അവൾ അപ്പോൾ വിതുമ്പിക്കൊണ്ട് തന്നെ അവനോട് തലയാട്ടി. ശ്രീലക്ഷ്മിക്ക് ഡ്രസ്സ് മാറണ്ടേ? ജസ്റ്റിൻ അത് പറഞ്ഞ് നേരെ ചെന്ന് അലമാര തുറന്നു. ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോയതൊക്കെ ഒരു കോമഡി ആയിരുന്നു. എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സൊന്നും വാങ്ങി ശീലമില്ല. എങ്കിലും എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ലേഡി സ്റ്റാഫ് ഇന്നർവെയർ ഒക്കെ വേണ്ടേ എന്ന് ചോദിച്ചത്. എനിക്കിതൊന്നും വാങ്ങാൻ അറിയില്ലല്ലോ. അത്യാവശ്യം മെലിഞ്ഞൊരു ചെറിയ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അവരെടുത്തു തന്നതാ ഇതൊക്കെ. പാകത്തിനുള്ള സൈസാണോ എന്നൊന്നും അറിയില്ല. ഒക്കെ ഇതിലുണ്ട്. ശ്രീലക്ഷ്മി എടുത്ത് ഉപയോഗിച്ച് നോക്കിക്കോളൂ. പാകമല്ലെങ്കിൽ നമുക്കെല്ലാം മാറ്റി വാങ്ങിക്കാം, ജസ്റ്റിൻ അവളോട് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഒരു ചെറിയ മടിയോടെ ഒന്നും പറയാതെ നിന്നു. ജസ്റ്റിൻ ആളൊരു പഞ്ചപാവമാണെന്ന് അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു.
ശ്രീലക്ഷ്മി എടുത്തോളൂ ട്ടോ. ജസ്റ്റിൻ അതിൽ നിന്നൊരു ചുരിദാറിന്റെ ടോപ്പ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ശ്രീലക്ഷ്മി സന്തോഷത്തോടെ അത് കയ്യിലേക്ക് വാങ്ങി. നോക്കിയപ്പോൾ വലിയ വിലയുള്ള ഡ്രസ്സാണതെന്ന് അവൾക്ക് തോന്നി. കാരണം ബ്രാൻഡ് നെയിമിന്റെ ഒരു വലിയ ടാഗ് ഉണ്ടായിരുന്നു അതിനു മുകളിൽ. എത്ര കഷ്ടപ്പാടിലാണെങ്കിലും അച്ഛനും വാങ്ങി തരാറുണ്ട് നല്ല നല്ല ഡ്രസ്സുകൾ, അവൾ ഓർത്തു. ജസ്റ്റിൻ അപ്പോൾ അലമാരയിൽ നിന്ന് അവന് മാറാനുള്ള ഡ്രസ്സ് എടുത്തു. ശ്രീലക്ഷ്മി ഡ്രസ്സ് മാറിക്കോളൂ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ജസ്റ്റിൻ അത് പറഞ്ഞ് മുറിയിൽ നിന്നും പുറത്തു പോകാൻ ഒരുങ്ങിയപ്പോൾ ശ്രീലക്ഷ്മി അവനെ വിളിച്ചു. സാർ. ജസ്റ്റിൻ അപ്പോൾ തിരിഞ്ഞു നോക്കി. സാറെന്ന് വിളിക്കേണ്ട, അത് ഒഫീഷ്യൽ ആയിട്ടുള്ള വിളിയാണ്. ഇച്ചായനെന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഏട്ടനെന്നോ ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം. ഇച്ചായനെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം, കാരണം അങ്ങനെ വിളിക്കാൻ എനിക്ക് ആരുമില്ല. അവൻ അത് പറഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നു. അവൾ അപ്പോൾ അവനെ തന്നെ ഒന്ന് നോക്കി. ഒരുപാട് നന്ദിയുണ്ട്. ഇച്ചായൻ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും ചേർന്ന് മറ്റേതെങ്കിലും ഒരു കല്യാണം എനിക്ക് നോക്കുമായിരുന്നു. നാട്ടിൽ തന്നെയുള്ള വേറൊരാളുടെ ആലോചന വന്നിരുന്നു. അമ്മാവന്മാർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് ആളെ പേടിയായിരുന്നു. ആളൊരു കള്ളുകൂടിയനാണെന്ന് മുൻപ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ചോദിക്കാനും പറയാനും അച്ഛനില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവരോട് എതിർത്ത് പറയാൻ വയ്യല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇച്ചായന്റെ ആലോചന വന്നത്. ഇവിടേക്ക് കയറി വരുമ്പോൾ അച്ഛൻ ആഗ്രഹിച്ചൊരു ബന്ധത്തിൽ എത്തിപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു. ഒരു അർഹതയും ഇല്ലാതിരുന്നിട്ടും എന്നെ നിങ്ങൾ സ്വീകരിച്ചില്ലേ? എന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അത്? ഒരുപാട് നന്ദിയുണ്ട്. ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോൾ ജസ്റ്റിൻ അവളുടെ അരികിലേക്ക് പെട്ടെന്ന് വന്ന് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. എന്താ ശ്രീലക്ഷ്മി ഇത്? ഒരു നന്ദി പറച്ചിലിന്റെയോ കടപ്പാടിന്റെയോ ഒന്നും ഒരു ആവശ്യവുമില്ല. എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ വിവാഹം ആലോചിച്ചത്. എനിക്ക് മാത്രമല്ല അപ്പച്ചനും. അവൻ അവളെ അവനോട് ചേർത്ത് നിർത്തി തലയിൽ തലോടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അവന്റെ ആ തലോടലിൽ വല്ലാത്തൊരു സ്നേഹമുള്ളതുപോലെ ശ്രീലക്ഷ്മിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവൻ അപ്പോൾ അവളുടെ മുഖം മെല്ലെ ഒന്ന് അവന്റെ ഇരു കൈകളിലും വാരിയെടുത്തു. എന്നിട്ട് മെല്ലെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ആദ്യമായ ഒരാണിന്റെ തലോടലും ചുംബനവും ഏറ്റപ്പോൾ ശ്രീലക്ഷ്മിയുടെ ശരീരം ഒന്ന് വിറയ്ക്കുന്ന പോലെ അവൾക്ക് തോന്നി. ശേഷം അവൻ അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് നിർത്തി വീണ്ടും തലയിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, യോഗ്യതയുടെ കാര്യമൊന്നും പറയേണ്ട ശ്രീലക്ഷ്മി. ആർക്കാണിപ്പോൾ ഈ ലോകത്ത് അതിനു മാത്രം യോഗ്യതയുള്ളത്? ദൈവം ദാനം തന്ന ജീവിതം ഓരോ ദിവസവും നമ്മളൊക്കെ ജീവിച്ചു തീർക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ശ്രീലക്ഷ്മിയോട് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് കേട്ടോ വിവാഹം കഴിച്ചത്. ശ്രീലക്ഷ്മി ഒരിക്കലും എന്നേക്കാൾ താഴ്ന്ന ഒരാളല്ല, അങ്ങനെ വിചാരിക്കരുത്. ജസ്റ്റിൻ അവളുടെ തല മുതൽ കഴുത്ത് വരെ ഒന്ന് തലോടി. ശ്രീലക്ഷ്മി അപ്പോൾ അവളുടെ തല പൊന്തിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഡിഗ്രിയല്ലേ ശ്രീലക്ഷ്മി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? തുടർന്ന് പഠിക്കണം. നല്ലൊരു ജോലി നേടാൻ പറ്റുമെങ്കിൽ നേടണം. ശ്രീലക്ഷ്മിക്ക് എന്തിനൊക്കെ ആഗ്രഹമുണ്ടോ അതിനൊക്കെ ഞാൻ ഒപ്പം നിൽക്കാം. വിവാഹം കഴിഞ്ഞ് ഭാര്യയായ അടുക്കളയിൽ തളച്ചിടാനാണ് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് കരുതണ്ട. ശ്രീലക്ഷ്മിയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാൻ, എല്ലാത്തിനും ചിറക് പിടിപ്പിക്കാൻ ഞാൻ എന്നൊരു കൂട്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മോളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സഹായിയാകാൻ പറ്റുമെങ്കിൽ അതായിക്കോളാം ഞാൻ. ജസ്റ്റിൻ ചിരിയോടെ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുകയായിരുന്നു. ശ്രീലക്ഷ്മിക്കറിയാമോ, എന്റെ അമ്മച്ചി മരിച്ചത് റോഡ് സൈഡിൽ കിടന്നാണ്. ഒരു കിടപ്പാടം പോലുമില്ലാതെ അമ്മച്ചിയെ ചേർത്ത് പിടിച്ചിരുന്നിട്ടുണ്ട് ഞാനും അപ്പച്ചനും റോഡിന്റെ വക്കിൽ. ജസ്റ്റിൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഒന്ന് ഞെട്ടുകയാണുണ്ടായത്. ശ്രീലക്ഷ്മി അപ്പോൾ അവനെ തന്നെ ഒന്ന് നോക്കി. അപ്പച്ചന് 3 പെങ്ങന്മാരും ഒരനിയനും ഉണ്ടായിരുന്നു. പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ അപ്പച്ചനും അപ്പച്ചന്റെ അനിയനും ഞങ്ങളെല്ലാവരും തറവാട്ടിൽ ഒരുമിച്ചായിരുന്നു. എന്നാൽ അപ്പച്ചന്റെ അമ്മച്ചി മരിക്കുന്നതിന് മുൻപ് അപ്പച്ചന്റെ അനിയൻ ഞങ്ങൾ ആരും അറിയാതെ വീടും സ്ഥലവുമെല്ലാം ഒപ്പിട്ട് വാങ്ങിയെടുത്തു. വല്യമ്മച്ചി മരിച്ച ശേഷം ഒരു ദിവസം പറമ്പിലെ തേങ്ങയുടെ കണക്ക് ചൊല്ലി അപ്പച്ചനുമായി വഴക്കിട്ടപ്പോഴാണ് അറിഞ്ഞത് എല്ലാം ഇപ്പോൾ ആളിന്റെ പേരിലാണെന്ന്. 1ഉം 2ഉം പറഞ്ഞു പ്രശ്നമായപ്പോൾ ഞങ്ങളോട് അവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. തറവാട്ടിൽ അപ്പച്ചനും അയാൾക്കും ഒരുപോലെ അവകാശമുണ്ടെങ്കിലും വീടും സ്ഥലവുമെല്ലാം അവരുടെ പേരിലായി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പറഞ്ഞു മാത്രം പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അമ്മച്ചിക്കൊരു ശീലമുണ്ട്. കിട്ടുന്ന ചില്ലറയും പൈസയും ഒക്കെ എന്റെ സ്കൂളിലെ ആവശ്യങ്ങൾക്കും പഠിപ്പിന്റെ ആവശ്യങ്ങൾക്കും എന്ന് പറഞ്ഞ് ചെറിയൊരു ഓട്ടക്കുഞ്ചിയിൽ ഇട്ട് വെക്കും. അവിടെ വിട്ടിറങ്ങുമ്പോൾ ആ ഒരു കുഞ്ചി മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാട്ടിൻപുറമാണ്. അതിലൂടെയുള്ള റോഡിന് നടന്ന് മെയിൻ റോഡിലേക്ക് എത്തുമ്പോഴേക്കും അമ്മച്ചി കുഴഞ്ഞു വീണിരുന്നു. അപ്പോഴേക്കും പെയ്യാൻ തുടങ്ങി വലിയൊരു പെരുമഴ. അമ്മച്ചിയെ താങ്ങിയെടുത്തുകൊണ്ട് ഞാനും അപ്പച്ചനും ഒരു കടയുടെ മുന്നിലേക്ക് കയറി നിന്നു. അപ്പോഴേക്കും അമ്മച്ചി ആകെ തളർന്നു വീണിരുന്നു. അന്ന് എന്റെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീരിന് ആ പെരുമഴയേക്കാൾ ശക്തി ഉണ്ടായിരുന്നു. കിട്ടിയ ഒരു ഓട്ടോ വിളിച്ച് എങ്ങനെയോ അമ്മച്ചിയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴേക്കും അമ്മച്ചി പോയിരുന്നു. പറയുമ്പോൾ ജസ്റ്റിന്റെ കണ്ണുകൾ വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാ ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഞാൻ പഠിച്ചു നേടിയതായി ജോലി, നാട്ടിൽ ഇപ്പോഴുള്ള വീട്, വസ്തുവകകൾ എല്ലാം ഞാൻ നേടിയതാണ്. പക്ഷേ എന്ത് നേടിയിട്ടും അനുഭവിക്കാൻ എന്റെ അമ്മച്ചിയില്ല. മരണപ്പെട്ടു പോയില്ലേ. ആ വിഷമം ഇപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവനാ ഞാൻ. മരിക്കുവോളം അത് മാറില്ല.
എങ്കിലും അപ്പച്ചനെ നന്നായി നോക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന സമാധാനമുണ്ട്. ഇപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരു ജീവിതം തരാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷവുമുണ്ട്. ജസ്റ്റിൻ അത് പറഞ്ഞുകൊണ്ട് കണ്ണുനീരിനിടയിലും മുഖത്ത് ചിരി പടർത്താൻ ശ്രമിച്ചു. ശ്രീലക്ഷ്മി അപ്പോൾ അവനെ തന്നെ നോക്കി. അവന്റെ കാര്യങ്ങൾ കേട്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. കരയല്ലേ കേട്ടോ, ആശ്വസിപ്പിക്കാൻ എനിക്ക് അർഹതയുണ്ട്. കാരണം ഞാനും ശ്രീലക്ഷ്മിയുടേതുപോലെയുള്ള വിഷമം അനുഭവിച്ചവനാണ്. ഒരു മനുഷ്യന് താങ്ങാനാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ട് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ഞാനുണ്ട് കേട്ടോ കൂടെ. ജസ്റ്റിൻ അത് പറഞ്ഞ് അവളെ അവനോട് ചേർക്കുമ്പോൾ ശ്രീലക്ഷ്മി അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ആ കല്യാണ വേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ജസ്റ്റിൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു, വാരിപ്പുണർന്നു, ഉമ്മകൾ കൊണ്ട് മൂടി. മനസ്സുകൊണ്ട് അവർ രണ്ടുപേരും അത്രമേൽ ഒന്നായ നിമിഷമായിരുന്നു അത്. ശ്രീലക്ഷ്മിയുടെ നെഞ്ചും വയറുമെല്ലാം ജസ്റ്റിനോട് ഒട്ടിച്ചേർന്നു. ഒപ്പം അതിനകത്തുള്ള അവളുടെ ഹൃദയം അതിലേറെ. അതെ, അന്ന് രാത്രിയിലും അത് തന്നെ സംഭവിച്ചു. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ അവന്റെ കൈ വന്ന് മെല്ലെ പതിഞ്ഞു. ആ കൈ അവളുടെ ദേഹത്ത് പതിഞ്ഞപ്പോൾ അവന്റെ സാമീപ്യം കൊതിച്ചുകൊണ്ട് അവൾ അവന്റെ കഴുത്തിലേക്ക് ചേർന്ന് കിടന്നു. രണ്ട് കൈകൾ കൊണ്ടും അവളെ വാരി മുറുക്കി അമർത്തി പുണരുമ്പോൾ ജസ്റ്റിൻ അറിയുകയായിരുന്നു, ആരോരുമില്ലാത്തൊരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആത്മസംതൃപ്തി എത്ര വലുതാണെന്ന്. ആരുമില്ലാത്ത തനിക്ക് ജസ്റ്റിൻ എന്നൊരാളെല്ലാം ആകുമ്പോൾ ശ്രീലക്ഷ്മിയും അതിലേറെ സന്തോഷിക്കുകയായിരുന്നു. ആ കൈകൾ അന്ന് രാത്രി അവളുടെ ദേഹത്താകെ ഓടി നടന്നു. കുഞ്ഞു വേദന സമ്മാനിച്ചുകൊണ്ട് അവൻ അവളെ തന്റെ പാതിയാക്കി മാറ്റുമ്പോൾ അത്രമേൽ ആഴത്തിൽ അവൾ അവനെ അനുഭവിക്കുകയായിരുന്നു, അവൻ അവളെയും. അതെ, അവർ ഒന്നിച്ചുള്ള ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അപ്പച്ചൻ അവൾ സ്വന്തം മോളെ പോലെ തന്നെയായിരുന്നു. അമ്മച്ചി മരിച്ച ശേഷം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ സകല സന്തോഷങ്ങളും അവളിലൂടെ തിരികെ വന്ന പോലെ അപ്പച്ചനും ജസ്റ്റിനും തോന്നി. ഒപ്പം അവന്റെ രക്തത്തിൽ ഒരു കുഞ്ഞു രാജകുമാരൻ കൂടെ കയ്യിലേക്ക് വന്നപ്പോൾ ജസ്റ്റിനും അപ്പച്ചനും ഈ ലോകത്തേക്ക് വെച്ച് അത്രമേൽ ആനന്ദം കൊള്ളുകയായിരുന്നു. ഒരു ദിവസം ജസ്റ്റിന്റെ ജീപ്പ് അവരുടെ വീടിന് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഉമ്മറക്കോലായിൽ അപ്പച്ചനുണ്ടായിരുന്നു, ജസ്റ്റിന്റെ കുഞ്ഞിനെയും താലോലിച്ചുകൊണ്ട്. അമ്പട കുറുമ്പ, അപ്പച്ചൻ ആ കുഞ്ഞിനെ ഉമ്മ കൂട്ടുമ്പോഴാണ് ജസ്റ്റിൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വന്നത്. അവനെ കണ്ടതും കുഞ്ഞ് അവന്റെ ദേഹത്തേക്ക് ചാടി. കുഞ്ഞിനെ കയ്യിൽ വാരിയെടുത്ത് വട്ടം കറക്കി അവന്റെ തലയിലുണ്ടായിരുന്ന പോലീസ് തൊപ്പി അവന്റെ കുഞ്ഞുമണിയുടെ തലയിൽ വെച്ചു കൊടുത്ത് അവനെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ അപ്പച്ചൻ അതൊക്കെ കണ്ട് ഏറെ സന്തോഷിക്കുകയായിരുന്നു. അമ്മ എവിടെ കുഞ്ഞുവാവയുടെ? ജസ്റ്റിൻ ചോദിച്ചപ്പോൾ കുഞ്ഞ് അവന്റെ പല്ലില്ലാത്ത മോണ കാട്ടി ഒരു പാൽപുഞ്ചിരി ചിരിച്ചു. മുത്തു വല്യപ്പച്ചന്റെ അടുത്ത് പോയിക്കോട്ടോ. ജസ്റ്റിൻ അത് പറഞ്ഞ് കുഞ്ഞിനെ അപ്പച്ചന്റെ കയ്യിലേക്ക് കൊടുത്ത് വേഗത്തിൽ അകത്തേക്ക് ചെന്നപ്പോൾ അടുക്കളയിൽ നിന്ന് പാത്രത്തിന്റെ ശബ്ദം കേട്ടു. ശ്രീലക്ഷ്മി അടുക്കളയിൽ ചായ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റിൻ അപ്പോൾ അങ്ങോട്ട് ചെന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവളെ മെല്ലെ ഒന്ന് വട്ടം കറക്കി. ഇച്ചായ, എന്താ ഇത്? അപ്പച്ചനുണ്ട് കേട്ടോ. ശ്രീലക്ഷ്മി ജസ്റ്റിനോട് പറഞ്ഞപ്പോൾ ജസ്റ്റിൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്നിട്ട് ചോദിച്ചു, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകണ്ടേ? അവൻ അത് ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മി അവന്റെ കണ്ണിലേക്ക് ഒരു കുറുമ്പോടെ നോക്കി. ഇച്ചായ, അതെനിക്ക് ക്ഷീണം കൊണ്ട് BP കുറഞ്ഞതാണെന്നാ തോന്നുന്നത്. ശ്രീലക്ഷ്മി പറഞ്ഞു, എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതൊന്നും ആവില്ല, ഗർഭിണിയാണെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുഞ്ഞുമണിക്ക് കൂട്ടായി രണ്ടാമത്തെ ഒരാൾ വരാൻ പോവുകയാണെങ്കിലോ? നീ വേഗം റെഡിയാവ്, നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റിൻ പറഞ്ഞു, ഈ ഇച്ചായന്റെ ഒരു കാര്യം, ഇതൊന്നും ആവില്ല, കുഞ്ഞു ചെറുതല്ലേ ഇച്ചായ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. ശ്രീലക്ഷ്മി പറഞ്ഞു, കുഞ്ഞു ചെറുതാണെങ്കിലും ദൈവം തന്നാ നമുക്ക് കൈനീട്ടി വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ വേഗം റെഡിയായിക്കേ, നമുക്കൊന്ന് പോയി ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റിൻ സന്തോഷത്തോടെ പറഞ്ഞു. ശ്രീലക്ഷ്മി അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇനി അതാണെങ്കിലോ? ശ്രീലക്ഷ്മി അവനോട് ചോദിച്ചു. ആണെങ്കിൽ എന്താ, നീ പ്രസവിക്കും, ഞാനും അപ്പച്ചനും കുഞ്ഞിനെ നോക്കും, ജോലിക്ക് ആളെയും വെക്കും. നിന്റെ PSC പഠിത്തം ഒന്നും മുടങ്ങി പോവില്ല മോളെ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അപ്പച്ചൻ തന്നെ പൊന്നുപോലെ നോക്കില്ലേ? എന്താ പെണ്ണെ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ജസ്റ്റിൻ അവളോട് ചോദിച്ചു. ഏയ്, സന്തോഷക്കുറവൊന്നുമില്ല, എന്നാലും ഇച്ചായ. അവൾ അത് പറഞ്ഞപ്പോൾ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ട് ചേർത്ത് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് അവളെ വാരിയെടുത്ത് ഒന്നുകൂടെ അടുക്കളയിൽ നിന്ന് വട്ടം കറക്കി. ദൈവം അങ്ങനെ ഒരാളെ കൂടി തരാൻ പോവുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ അച്ഛനാകട്ടെ പെണ്ണെ. അവൻ അത് പറഞ്ഞ് അവളെ വട്ടം കറക്കിയപ്പോൾ അവൾ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. അവളുടെ കൊഞ്ചിയുള്ള ചിരിയും അവന്റെ സംസാരവും പുറത്തേക്ക് കേൾക്കുമെന്നായപ്പോൾ അവൻ മെല്ലെ അടുക്കളയിൽ നിന്നും ഹാളിലേക്കുള്ള വാതിൽ ഒന്നടച്ചു. എന്നിട്ട് അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ട് ചേർത്ത് അവളുടെ ചുണ്ടിലൊന്ന് ചെറുതായി കടിച്ചു. ശ്രീലക്ഷ്മി അപ്പോൾ അവന്റെ അരയിൽ പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചോരം ചാഞ്ഞു. അപ്പോൾ ഉമ്മറത്ത് നിന്ന് കേൾക്കാമായിരുന്നു അപ്പച്ചന്റെയും കുഞ്ഞിന്റെയും കൊഞ്ചലോടെയുള്ള പൊട്ടിച്ചിരി. അതെ, ജീവിതത്തിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ സുഖവും സന്തോഷവും ആനന്ദവും അവർ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ആവോളം അനുഭവിക്കുകയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും അവർക്കും ആ കുഞ്ഞുമണിക്കും, ഇനി പുതിയൊരു അതിഥി വരാൻ പോകുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന അവരുടെ പുതിയ കുഞ്ഞുമണിക്കും ഉണ്ടാകട്ടെ.